പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രേക്ഷകരോടൊപ്പം വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങളുമായി ഒരു പ്രാവശ്യം കൂടെ കടന്നു വരുന്നതിന് ദൈവം കൃപ ചെയ്തു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസി പ്രിയ ഷീല ജോസഫ് ആണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് എവർക്കും ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. അത് നമുക്ക് എവർക്കും അനുഗ്രഹമായി തീരുവാൻ, ദൈവനാമത്തിലൂടെ മഹിമപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ ഷീല ജോസഫ് ആൻറ്റിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് ആൻറ്റി. പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ദാസി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് ഒന്ന് പരിചയപ്പെടുത്താമോ? ജോയിൻ ചെയ്തിരിക്കുന്നത് എറണാകുളം കടവന്തറ ഭാഗം. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഭർത്താവുണ്ട്, 2 പിള്ളേരായിരുന്നു. എങ്കിലും ഒരു മോനും ഭാര്യയും കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ ഉണ്ട്. മോള് പത്തനംതിട്ട ദേശത്ത് ഭർത്താവായിട്ട് ജീവിക്കുന്നു, ഒരു കുഞ്ഞുണ്ട് അവിടെ. ആകട്ടെ, ആൻറ്റിയെ പരിചയപ്പെടുത്തി വളരെ സന്തോഷം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമാറ്റിയുടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തുടർമാനമായി പങ്കുവയ്ക്കുന്നതിന് അവസരങ്ങൾ വേർതിരിച്ചുകൊള്ളുന്നു. കർത്താവ് സഹായിക്കട്ടെ. ബാല്യകാലം മുതൽ ഇങ്ങോട്ടുള്ളതായ നല്ല ഓർമ്മകൾ, മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവരെ കുറിച്ച് ഇങ്ങോട്ട് സംസാരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കും. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വമെടുക്കട്ടെ. എന്നെ ഈ അരോമ ടി വിയിലേക്ക് എന്നെ ക്ഷണിച്ചു വരുത്തിയ ദൈവദാസനും കുടുംബത്തിനും ഞാൻ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ദൈവനാമത്തിന് വേണ്ടി ഈ ദൈവദാസൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കായി ഞാൻ നന്ദി പറയുകയാണ്. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രേക്ഷകരോടും ഞാൻ നന്ദി പറയുന്നു. ഇനി അനേകര് ഈ ദൈവദാസന്റെ പ്രവർത്തനം മുഖാന്തരം രക്ഷപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാനും കാണുന്ന വ്യക്തിയാണ്. പലപ്പോഴും കണ്ട് നമ്മുടെ മനസ്സിന് വല്ല തളർച്ചകളും ഉള്ള സമയം ഇത് ഈ ടി വിയിൽ എങ്ങനെയാണ്, ഞങ്ങൾക്ക് ടി വി ഇല്ല. ഞാൻ ദൈവസന്നിധിയിൽ വന്നേ പിന്നെ ടി വി വാങ്ങിക്കില്ലെന്ന് തീരുമാനം എടുത്തിട്ടുണ്ടാവും. എങ്കിലും ഞാൻ മൊബൈലിൽ കൂടി ഇത് കാണും. അത് എനിക്കൊരു അനുഗ്രഹമാണ്. അനേകർക്ക് ഇഷ്ടപ്പെട്ടതാണ്, ഞാൻ അയച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ഇതുണ്ട്. അന്ന് തൊട്ടേ എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്ന പ്രേരണയാണ് ഇങ്ങനെ എനിക്ക് സാക്ഷ്യം പറഞ്ഞു. എൻ്റെ പേര് ഷീല ജോസഫ് ആണെന്ന് ദേവദാസൻ പറഞ്ഞല്ലോ. ഇനിയും എൻ്റെ ഭർത്താവിൻ്റെ പേര് ജോസഫ് എന്നാണ്. എൻ്റെ മോൻ്റെ പേര് ഷിജോ എന്നാണ്. മോളുടെ പേര് റിജ എന്നാണ്. എന്നാൽ മോൻ വിവാഹം ചെയ്തു. ഭാര്യയുടെ പേര് ജെനി എന്നാണ്. കുഞ്ഞുങ്ങളുടെ 2 പേരും അന്നമ്മ എന്നും ആനോക്ക് ഒന്ന് പേരിട്ടത്. 2 മക്കളുണ്ട്. എൻ്റെ മോൾക്കൊരു കുഞ്ഞുണ്ട്, സിയാൻ എന്നാണ്. എന്നാൽ എൻ്റെ മോന് ദൈവകൃപയുള്ള ഒരു പൈതല് കിട്ടുവാൻ സാധിച്ചു. അത് ദൈവത്തിൻ്റെ ഒരു ദാനമായി തന്നെ ഞങ്ങൾ ചിന്തിക്കുകയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്. ദൈവസ്ഥാനിൽ കടന്നു വന്ന നാൾ മുതൽ എൻ്റെ കർത്താവിനെ വിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ 2 പേരും ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവിനെ കുറിച്ച് അതിന് പറഞ്ഞിട്ട് എൻ്റെ മാതാപിതാക്കളെ കുറിച്ച് പറയാം. എൻ്റെ ഭർത്താവ് ഞാൻ വിവാഹം ചെയ്ത ശേഷം മദ്യപിക്കുമായിരുന്നു. അപ്പം മദ്യപിക്കുന്ന ഒരു വ്യക്തിയെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് മനസ്സമാധാനത്തോടെ കുടുംബജീവിതം നയിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. എങ്കിലും സമാധാനപരമായി പോവുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ സാമ്പത്തികമായിട്ടാണെങ്കിലും വലിയ ഉയർന്നതല്ലെങ്കിലും വലിയ താഴ്ചയുള്ളെങ്കിലും മിഡിലായിട്ട് പോകുന്നൊരു കുടുംബജീവിതങ്ങളാണ്. അതുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടും ക്ലേശമൊന്നും ഞാൻ അനുഭവിക്കേണ്ടിയില്ല. അനുഭവിച്ചു മുഴുവനും മദ്യപാനത്തിൻ്റെ ഒരു പ്രയാസമാണ്. അതുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ്. അതുകൊണ്ട് 2 കുഞ്ഞുങ്ങളും ദൈവകൃപയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. പിന്നെ എൻ്റെ മാതാപിതാക്കളെ കുറിച്ച് ഞാൻ പറയാം. എനിക്ക് അപ്പനും അമ്മയും ഞങ്ങൾ 7 മക്കളാണ്. 4 പെണ്ണും 3 ആണും. അതിൽ 4 പെണ്ണില് 3ാമത്തെ മകളെന്ന് വെച്ചെങ്കിൽ മക്കളിൽ 4ാമത്തതും പെൺപിള്ളേരിൽ 3ാമത്തതും. 3 ആൺപിള്ളേരുണ്ട്. അതിൽ 2ാമത്തെ സഹോദരനാണ് രക്ഷയിലേക്ക് കടന്നു വന്നത്. എന്നാൽ ഞാൻ ആ സമയങ്ങളിലെല്ലാം എൻ്റെ കർത്താവിനെ വിളിക്കുന്നുണ്ടെങ്കിലും നമ്മൾക്ക് രക്ഷ ൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ റോമൻ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർന്നത്. ആ റോമൻ കത്തോലിക്ക കുടുംബത്തിൽ ബൈബിള് വായിക്കുകയോ ഒന്നും ആ സമയങ്ങളിൽ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളുടെ വീടുകളിൽ ഞങ്ങൾ ചൊല്ലുന്നത് ഈ നോവേനകള്,
അതുപോലെ തന്നെ കൊന്തകള്, അതുപോലെ കാര്യങ്ങളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് അതിലെല്ലാം ഞാൻ വളരെയധികം നല്ലപോലെ എനിക്ക് ആ ദൈവത്തോട് ചെറുപ്പം മുതലേ നന്നായിട്ട്, ഒരു പള്ളിയിൽ പോയാലും രൂപത്തിന്റെ മോള് തൊട്ട് ഞാനിങ്ങനെ തൊട്ടുമുത്തും. ഇതെല്ലാം എനിക്ക് അങ്ങനെ ഭയങ്കര ദൈവമായിട്ടുള്ള ബന്ധം കൂടുതലായിരുന്നു. പക്ഷെ ആ ദൈവത്തെ നമ്മൾ സേവിച്ചു പോയെന്നെങ്കിലും സത്യദൈവം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ ഈ രണ്ടാമത്തെ സഹോദരൻ മുഖാന്തരമാണ് ഞാൻ ദൈവസന്നിധിയിലേക്ക് കടന്നു വരാൻ സാധിച്ചത്. എന്തുകൊണ്ടാ വെച്ചാൽ അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ഉണ്ടാവും എനിക്ക് വേണ്ടി. പക്ഷെ ഞങ്ങളോട് സുവിശേഷം പറയാൻ പറ്റത്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ എല്ലാവരും കത്തോലിക്കയിൽ വളരെയധികം പിടിച്ചിരിക്കുന്ന ഒരു മക്കളായിരുന്നു. പക്ഷെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കും ദൈവം എന്നെ എടുത്ത് ഉപയോഗിച്ചത്. അത് ഈ ആങ്ങളെ വന്നേ പിന്നെ മൂത്ത ആങ്ങളെയും ഭാര്യയും വന്നു. എന്നാൽ അവരൊന്നും സുവിശേഷം പറയാൻ അവർക്ക് പറ്റത്തില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ അതുപോലെ കത്തോലിക്കയിൽ തീക്ഷ്ണതയുള്ളവരായിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ ആങ്ങള ചെറിയ ചെറിയ കൺവെൻഷനുകൾ നടത്തും. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു കൺവെൻഷൻ നടത്തുന്ന സമയത്ത് ഞാൻ അന്ന് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞ സമയമാണ്. കഴിഞ്ഞ സമയം ഞാൻ ഈ വീട്ടിൽ വന്നു നിന്നപ്പോൾ എൻ്റെ അമ്മ എല്ലാ ദേവദാസന്മാർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ചെറുപ്പം മുതലേ ഇത്തിരി കുസൃതിയായിരുന്നു. ദിവസത്തിൽ വന്നേ പിന്നെ അവൻ്റെ ആ കുസൃതി തരത്തിന്റെ കുറവ് കണ്ടിട്ടും പിന്നെ അവനോടുള്ള ഒരു ആദരവ് കൊണ്ട് എന്തോ അല്ലാതെ തന്നെ എൻ്റെ അമ്മ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ മിടിക്കുകയായിരുന്നു. ചെറുപ്പം ആര് വന്നാലും ഭക്ഷണം കൊടുക്കും. അതിൽ കൂടി ഞാൻ ഒത്തിരി കാര്യം പഠിച്ചിട്ടുണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ ഭക്ഷണം കൊടുത്തുകൊണ്ട് ഇന്ന് വരെ എൻ്റെ വീട്ടിൽ ഒരു കാര്യത്തിനും കുറവ് വന്നിട്ടില്ല. കാര്യം അവരിന്നും ഇളയ ആങ്ങളെ കത്തോലിക്കല നിൽക്കണമെങ്കിലും അവർക്ക് ഇന്ന് വരെ ഒരു ദോഷവും സംഭവിച്ചിട്ടില്ല. അവരും ദൈവസേനയിൽ വരുമെന്ന് ഞാൻ പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ എൻ്റെ 2 ചേച്ചിമാര് ദൈവസേനയിൽ വന്നു. വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, ദൈവമേ ദൈവത്തിന്റെ ആത്മാവ് എങ്ങനെ എന്നെ നടത്തിക്കുന്നുവോ അതുപോലെ സാക്ഷ്യം പറയാൻ എനിക്ക് കൃപ തരണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ഓർമ്മയിൽ കടത്തി കൊണ്ടുവരണമെന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ 2 മൂത്ത എൻ്റെ ഏറ്റവും മൂത്തത് 2 ചേച്ചിമാര്, അത് കഴിഞ്ഞാണ് ഒരു ആങ്ങളെയുള്ളത്. അത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഇളയവനാണ് ആദ്യമായിട്ട് രക്ഷയിലേക്ക് തന്നു. അപ്പൊ ഈ 2 ചേച്ചിമാരെയും ഞാൻ ദൈവസേനയിൽ വന്നേ പിന്നെ അവിടെ പോയി സുവിശേഷം പറഞ്ഞു. രാത്രിയില്ല പകലില്ലാതെ ഞാൻ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു. അവർ 2 പേരും മാനുഷ്യമായി ചിന്തിച്ച് അവർ ആര് ദൈവസേനയിൽ കടന്നു വരാൻ സാധ്യതയില്ലാത്തവരാണെങ്കിൽ പോലും അവർ 2 പേര് ദൈവസേനയിൽ കടന്നു വരുവാൻ ഇട വന്നു. ഇന്ന് ആ 2 ചേച്ചിമാരും എൻ്റെ മുൻപിലില്ല. അവര് നിത്യയിൽ എടുക്കപ്പെട്ടു, സ്വർഗത്തിൽ ഉണ്ടാകും എന്ന് എനിക്ക് നിശ്ചയമുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവകൃപ പ്രാപിച്ചു, അന്യഭാഷകളെ നിറഞ്ഞ് ദൈവത്തിന് വേണ്ടി അധികം ശോഭിച്ചു. എൻ്റെ മൂത്ത ചേച്ചിയുടെ കുടുംബത്തിൽ എപ്പോഴും കൺവെൻഷൻ വെക്കുകയും ഒത്തിരി ബുദ്ധിമുട്ടിയാണ്. ചേച്ചിയും ഇളയ മകൻ ദൈവസേനയിൽ വരാത്തതുകൊണ്ട് അതിന്റെ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടായെങ്കിലും ചേച്ചി അതിനു വേണ്ടി കാര്യങ്ങൾ ക്രമീകരിച്ച് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് പ്രയാസമില്ല. എൻ്റെ 2 ചേച്ചിമാർ കടന്നുപോയപ്പോൾ സങ്കടമുണ്ടായിരുന്നെങ്കിലും എൻ്റെ ഈ പ്രായത്തിലാണ് അവർ 2 പേരും കടന്നുപോയത്. എൻ്റെ മൂത്ത ചേച്ചി 59ാമത്തെ വയസ്സിലും 2ാമത്തെ ചേച്ചി 62ാമത്തെ വയസ്സിലും. എനിക്കിന്ന് 61 വയസ്സാണ്. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ പ്രേരണ തന്നുകൊണ്ടാണ് ഞാൻ ഈ സാക്ഷ്യത്തിലൊക്കെ കയറിയത്. ദൈവമേ എനിക്ക് പറയണം. അത് ഞാൻ തിരഞ്ഞെടുത്തതും അരോമ TV തന്നെയാണ്. എൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്നതും. ഞാൻ പല TV എല്ലാം കാണാറുണ്ട്, എങ്കിലും എൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്നത് ഈ TV കൂടി തന്നെ പറയുവാൻ. എന്നാൽ മുമ്പോട്ട് പോട്ടെ. ആങ്ങളെ ഇങ്ങനെ കൺവെൻഷൻ വെച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് എൻ്റെ അമ്മ പറഞ്ഞു, നീ കുറച്ച് കാപ്പി വെച്ച് ദൈവദാസന്മാർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ അടുക്കളയിൽ കയറി അതെല്ലാം ഉണ്ടാക്കാൻ കയറിയിരുന്നു. പക്ഷെ ഈ കൺവെൻഷനിൽ ഒരു പാട്ട് അത് ഞാൻ ശ്രദ്ധിച്ചു. ആ പാട്ടിനെ ഞാൻ ശ്രദ്ധിച്ചു, കേട്ട്. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ ഇടപ്പള്ളി എന്ന് പറയുന്നത് അറിയാമോ എന്ന് അറിഞ്ഞൂടെ, എറണാകുളത്തുള്ള ആൾക്കാർക്ക് ഇടപ്പള്ളി പള്ളി എന്ന് പറയും. ആ പള്ളിയിൽ ഒരു കരിസ്മാറ്റിക് ദാനം നടക്കണേ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന്, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ അപ്പനോ അമ്മയോ ആരും ഇങ്ങനെ കരിസ്മാറ്റിക് ദാനത്തിനോ അല്ല ഇങ്ങനെ പുണ്യാളന്മാരുടെ ഈ നൊവേനകൾക്ക് ഒന്നും വിടത്തില്ല. അമ്മായിപ്പനെ കുറിച്ച് പറയുവാനാണെങ്കിൽ എനിക്ക് നല്ലൊരു കാര്യമുണ്ട്. അമ്മായിപ്പൻ കത്തോലിക്ക കുടുംബത്തിൽ ആണെങ്കിൽ പോലും അമ്മായിപ്പൻ ദൈവമേ എന്ന് മാത്രമേ വിളിക്കത്തുള്ളൂ. ആ ദൈവത്തിന്റെ ഹിതം പോലെ ജീവിക്കുള്ളൂ. ഒരു പനി വന്നാൽ പറയും ആ ദൈവം തന്നാൽ ദൈവം എടുക്കും എന്ന് പറഞ്ഞ് അതിനുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യുകയില്ല. അപ്പോൾ ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഹൃദയത്തിൽ ചിന്തിക്കാറുണ്ട്, ഭക്തന്മാരെക്കായി എത്രയോ വലിയ കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു എൻ്റെ അമ്മായിപ്പനും.
അതുപോലെ അമ്മായും അങ്ങനെ അല്ലെങ്കിൽ പോലും അവരെ കൊണ്ടൊന്നും എനിക്കധികം ഉത്തരവ് കാര്യം ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അതനുസരിച്ച് ഞങ്ങൾ പോയത് കൊണ്ട് ഞങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഭർത്താവ് മാത്രമാണ് ഇച്ചിരി മദ്യപാനി ആയതുകൊണ്ട് അതിൻ്റെതായ പ്രയാസം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഈ മകൻ ഈ പാട്ട് വെച്ചിട്ട്, അപ്പോൾ ഞാൻ ആ സമയം ഞാൻ തറവാട്ടിൽ താമസിക്കുന്ന സമയമാണ്. അനിയന്റെ വിവാഹം ചെയ്തിട്ട് വയറെ മാറാൻ വേണ്ടി ഞങ്ങൾ വീട് വെച്ചിട്ടിട്ടുണ്ട്. ഞങ്ങളുടെ അവിടെ എൻ്റെ ചേട്ടന്റെ വീട്ടിനെ കുറിച്ച് പറഞ്ഞാൽ അവിടെ 3 ചേട്ടനിയന്മാരാണ്. 3 വീടും തൊട്ടടുത്തടുത്ത. അപ്പോൾ അവര് ഞങ്ങളെല്ലാവരും കൂടി സൗമ്യതയോടുകൂടി തന്നെയാണ് അന്ന് പോയിക്കൊണ്ടിരുന്നത്. സൗമ്യത കുറഞ്ഞത് ഞാൻ ദൈവസേനയിൽ വന്നേ പിന്നെയുള്ള സൗമ്യതക്കേടും ദേഷ്യവും അരിശവും നമ്മളോട് വളരെയധികം പ്രയാസപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ഇരിക്കെ ഞാൻ ഈ ഇടപ്പള്ളി പള്ളിയിൽ കരിസ്മാറ്റിക് തിരകത്തിന് കടന്നു പോയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൊച്ചപ്പന്റെ മക്കള് 2 പേരും മരുമക്കളും ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടെ അങ്ങ് ചെന്നപ്പോൾ ഭയങ്കര തിരക്ക്. ഒരാൾ ഗർഭിണി ആയതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഇയാൾക്ക് വയ്യാത്തതാണ്, ഞങ്ങളൊന്ന് കയറ്റി വിടുമോ എന്ന് ചോദിച്ചപ്പോൾ വീടാന്ന് പറഞ്ഞ് ഞങ്ങൾ ഏറ്റവും ഫ്രണ്ടിൽ, അച്ഛന്മാർ ഒരു സൈഡിൽ സിസ്റ്റേഴ്സ് ഒരു സൈഡിൽ, നടുക്കാൻ ഞങ്ങളിരുന്നു. അപ്പോൾ അവിടെ കയ്യടി പാട്ടും ഒക്കെ നടക്കുമ്പോഴും എനിക്ക് കൈയടിക്കാനൊന്നും തോന്നുന്നില്ല. എന്ന് വെച്ചാൽ എന്തോ അലർജി പോലെ തോന്നും. എങ്കിലും അവിടെ ഞാനിതെല്ലാം കേട്ടുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ചെവിയിലേക്ക് വന്നത് ഇവിടെ എൻ്റെ സഹോദരൻ വെച്ച കൺവെൻഷനിൽ പാട്ടുപാടിയ പാട്ടാണ് ആ കൺവെൻഷൻ ഗ്രൗണ്ടിൽ ഞാൻ കേൾക്കാനായിട്ട് വന്നത്. അപ്പോൾ ഞാൻ ഹൃദയത്തിൽ ഓർത്തു, ദൈവമേ, ആ പാട്ട് തന്നെയാണ് ഇവിടെയും പാടുന്നത്. പിന്നെ എന്താ ഇതിന്റെ വ്യത്യാസം, എനിക്കതൊന്നും മനസ്സിലാകണമല്ലോ എന്ന് ചോദിച്ചു. ഞാൻ അന്ന് മൂത്ത ചേച്ചിയുള്ള സമയമാണ്. മൂത്ത ചേച്ചിനോട് ചോദിച്ചു, എന്താ ചേച്ചി ഇത് തമ്മിൽ എന്താ വ്യത്യാസം, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി ഇങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരു കൂട്ടത്തിലുള്ളത്. അപ്പോൾ ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, എടി സത്യം ഇത് തന്നെയാണ്, സത്യം പെന്തക്കോസ്ത് തന്നെയാണ്. അപ്പൊ ചേച്ചി എന്തൊട്ടാണ് മരിച്ചുപോയ KP യോഹന്നാന്റെ പ്രഭാഷണം കേൾക്കുവാൻ, സത്യം ഇതാണ്, നമ്മൾക്ക് അത് അറിയാൻ പാടില്ലായിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചാൽ നമ്മൾക്ക് അനുഭവിക്കേണ്ട വേദനകൾ ചെറുതല്ലല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എടുത്തു വയ്ക്കാൻ പറഞ്ഞു, അന്ന് എനിക്ക് ചേച്ചി ഒരു ബൈബിള് തരാമോ എന്ന് ചോദിച്ചു. ചേച്ചി പറഞ്ഞൊരു പുതിയ നിയമം പഴയ ഒരു ബൈബിൾ എനിക്ക് തന്നു. ഞാൻ ഈ ബൈബിൾ കൊണ്ടുവന്ന് വെച്ച് വായിക്കാൻ തുടങ്ങി. ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞാണ് ഞങ്ങളുടെ എറണാകുളത്ത് തന്നെ മറൈൻ ഡ്രൈവ് എന്ന് പറയും, അവിടെ കരിസ്മാറ്റിക് ധ്യാനക്കാര് ധ്യാനം നടത്താം, അച്ഛനും എല്ലാവരും. ആ ധ്യാനത്തിന്റെ അടുത്തൊക്കെ ഞാൻ കടന്നു പോയപ്പോൾ എനിക്ക് ചെറിയൊരു ബുക്ക് കിട്ടി. ആ ബുക്കിൽ ഇങ്ങനെ എഴുതിയേക്കാം, അങ്ങയുടെ പ്ലാൻ പദ്ധതി വെളിപ്പെടുത്തി തരണം, അങ്ങയുടെ സത്യം വെളിപ്പെടുത്തി തരണം, അങ്ങനെ കുറെ അപേക്ഷകൾ. ഞാൻ അത് കൊണ്ടൊന്ന് വെച്ച് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, ഈ സത്യം വെളിപ്പെടുത്തി തരണം, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ ആ പ്രാർത്ഥനയോടുകൂടി തന്നെ ഞാൻ വചനം വായിക്കാൻ തുടങ്ങിയപ്പോൾ എന്തോ എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി. അപ്പോൾ കത്തോലിക്കരും ഈ വചനവുമായിട്ട് ഒരു താരതമ്യം ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വളരെയധികം ഭാരപ്പെട്ടു. കുറേ ദിവസങ്ങൾ ഞാൻ വചനം വായിച്ച് പഠിക്കാൻ തുടങ്ങി. പക്ഷെ എനിക്കെതിരൊന്നും പറയാൻ പറ്റത്തില്ല. ഞങ്ങളുടെ ദേശം എന്ന് പറയുന്നത് ഒരു മക്കൾ പോലും ദൈവമക്കളില്ല. ദൈവമക്കളെ വീട്ടിൽ കയറ്റരുതെന്നാണ് കൽപ്പന പുറപ്പെടുവിച്ചേക്കണം പള്ളിയിൽ നിന്ന്. അപ്പോൾ എങ്ങനെ സംഭവിക്കുന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഞാൻ ഈ ബൈബിളും പെന്തക്കോസ്തുകാരുടെ ബൈബിളും ഒരെണ്ണം വാങ്ങിച്ച് കൊണ്ടുവന്ന് വെച്ച് വായിക്കാൻ തുടങ്ങി. വായിച്ച് സത്യമല്ല എനിക്ക് വെളിപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കാതെ ഞാൻ എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ മൂത്ത ആങ്ങള ദേവസ്ഥലിൽ കടന്നു വന്നിട്ടുണ്ട് ആ സമയം. അപ്പോൾ ആങ്ങളയുടെ വീട്ടിൽ എപ്പോഴും പ്രെയർ നടക്കാറുണ്ട്. എൻ്റെ വീട്ടിൽ ഞാൻ മിക്കപ്പോഴും പോകും. അപ്പൊ പ്രെയറിന്റെ ശബ്ദം കേൾക്കുമ്പോഴും എനിക്ക് അതിനോടൊരു ആകർഷണം തുടങ്ങി. അങ്ങനെ ഇരിക്കാതെയാണ് ഞാൻ ഈ ഞങ്ങളുടെ കലൂർ സ്റ്റേഡിയം എന്ന് പറയും, കലൂർ സ്റ്റേഡിയത്തില് സാങ്കുട്ടി പാസ്റ്റർ എന്ന് പറയും. ആ പാസ്റ്റർ മരിച്ചുപോയി. ക്യാൻസർ വന്നാണ് ദേവസ്ഥലിൽ വന്നതെങ്കിൽ മരിച്ചുപോയി. അന്ന് മേരിക്കൂർ ദേവദാസി എന്നെ വിളിച്ച് അവിടെ ഒരു കൺവെൻഷൻ നടത്തുന്നുണ്ടായിരുന്നു. അന്ന് ഒരു ദിവസത്തേക്ക് ഞാൻ എൻ്റെ അനുജത്തിനെയും കൂട്ടി, നീ ഒന്ന് വരുമോ എനിക്ക് കൂട്ടിനെ എന്ന് പറഞ്ഞ് ഞാൻ കൂട്ടിനെ വിളിച്ചുകൊണ്ട് അവളെയും കൂട്ടിപ്പോയി. അപ്പോൾ എൻ്റെ മോന് കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ മോന് ഞാൻ പ്രാർത്ഥനയ്ക്ക് ഒട്ടും ഇഷ്ടമില്ല. എൻ്റെ മോൻ എന്നോട് ഭയങ്കര ദേഷ്യപ്പെടുകയല്ല, ഒത്തിരി പ്രയാസം പോലെ കാണിക്കുവാൻ. എന്നാലും മോൻ എവിടെ ഞാൻ പോയാലും ഒന്ന് 6ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയമാണ്. അപ്പൊ എവിടെ പോയാലും എൻ്റെ പുറകെ കടന്നു വരിക അവന് പതിവായി. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കൺവെൻഷന്റെ വേണ്ടി ചെന്ന് വേഗം ഏറ്റവും ഫ്രണ്ടിൽ ചെന്ന് നിന്ന് ഞാൻ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് മെരിക്കുപോർ ആന്റി ഒരു ദൂതായിട്ട് പറയുന്നത്, രാജീവ് ഗാന്ധിക്ക് വേണ്ടി ഒരു സ്ത്രീ കൊല്ലപ്പെട്ടെങ്കിൽ എൻ്റെ യേശുവിന് വേണ്ടി മരിക്കാൻ തയ്യാറുള്ള വ്യക്തി ആരെന്ന് ചോദിച്ചുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ചിഹ്നം പോലെ ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അടിയനിതാ കർത്താവേ, പക്ഷെ എൻ്റെ വീട് എനിക്ക് അനുകൂലമല്ല, ആരും എനിക്ക് അനുകൂലമല്ല.
പക്ഷെ ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി ജീവിക്കാം. ഒരു ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ഏറ്റെടുത്ത് സമർപ്പിക്കുന്ന സമയത്ത് എന്നെ അങ്ങോട്ട് ഞാൻ ഇങ്ങനെ ഉയരത്തിലേക്ക് നോക്കുമ്പോൾ വെള്ള വസ്ത്രധാരിയായ ഒരു വ്യക്തി, ആരെന്ന് എനിക്കറിഞ്ഞൂടല്ലോ, വ്യക്തി നിൽക്കുന്നു. സൂര്യകിരണം പോലെ കിരണം എൻ്റെ തലയിലോട്ട് പതിഞ്ഞ് ഞാൻ അങ്ങ് തുള്ളി ചാടാൻ തുടങ്ങി. ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ ഒരു ദൈവത്തിന്റെ അഭിഷേകമാണ്. ഞാൻ തുള്ളി അങ്ങ് ചാടാൻ തുടങ്ങി, കൈയടിക്കാൻ തുടങ്ങി. അതുവരെ എനിക്ക് കൈയടിക്കാനുള്ള അതൊന്നും കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തില്ല. കൈയടിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ സന്തോഷത്തോടെ, അപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിച്ച്, ദൈവമേ, എൻ്റെ ഭർത്താവ് എനിക്ക് എതിരായിട്ട് എഴുന്നേറ്റ് വരും, ഞാൻ എന്ത് ചെയ്യും? ഭർത്താവ് എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ട ഭയങ്കര ദേഷ്യക്കാരൻ. എന്ത് ചെയ്യുമെന്ന് ഹൃദയത്തിൽ ചിന്തിച്ചിരുന്നപ്പോൾ തന്നെ സാംകുട്ടി പാസ്റ്ററിന്റെ പ്രസംഗത്തിൽ പറഞ്ഞു, നീ പോകാം, നിന്റെ ഭർത്താവിന്റെ നാവോടുകൂടി ഞാൻ ഇരുന്നു കൊള്ളാം. അതോടുകൂടി ഞാൻ ബലപ്പെട്ട് ഈ ലഗ്ഗിതയോനോട് പറഞ്ഞ പോലെ ഈ ബലത്തോടെ ഞാൻ കടന്നു പോന്ന് കുറെ നാള് ഞാൻ ഒളിച്ചിരുന്ന പോലെ ഇരുന്നു. ഒളിച്ച് ഞാൻ എൻ്റെ സഹോദരന്റെ കുടുംബത്തിൽ പോയി പ്രയർ കൂടുമായിരുന്നു. അപ്പോഴൊന്നും എൻ്റെ അമ്മക്കൊപ്പനൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവര് വിചാരിച്ചത് എൻ്റെ അപ്പനെ വിളിച്ചാൽ ഞാൻ പോകുന്നത്, അമ്മ എനിക്ക് സൈഡായിരുന്നു. എന്നാൽ ഞാൻ വളരും തോറും ഞാൻ ബലപ്പെട്ട് വന്നത് കണ്ടപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞ്, ഇതിനായിട്ടല്ല നിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോ തടുക്കാതിരുന്നത്, നീ അങ്ങോട്ട് പോവാൻ നിൽക്കരുത്, നീ ഇതിൽ തന്നെ നിന്ന് വേണമെങ്കിൽ പ്രയറും കൂടി. പക്ഷേ നമ്മൾ ദൈവവചനം കേൾക്കുകയും ദൈവവചനത്തിനോട് അടുത്ത് വരികയും ചെയ്യുമ്പോൾ നമുക്ക് ഈ വചനത്തെ വിട്ടോ കർത്താവിനെ വിട്ടോ മാറാൻ പറ്റത്തില്ലെന്ന് എനിക്ക് വളരെയധികം മനസ്സിലായി. ഞാൻ അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ ഒളിച്ചാൽ നിൽക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ കോമ്പൗണ്ടിൽ, എൻ്റെ ഭർത്താവിൻ്റെ കോമ്പൗണ്ടിൽ ആ ദേശത്ത് ഒരു പെന്തക്കോസ്തുകാരെ കയറ്റാൻ സമ്മതിക്കത്തില്ല. അവർ വളരെയധികം പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, മോളെ എങ്ങനെയാണ് ആ ദേശത്ത് നിൽക്കുന്നത്? ഒരാളെ പോലും ആ ദേശത്ത് കയറ്റത്തുമില്ല, അനുസരിപ്പിക്കത്തും ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ലാത്ത വ്യക്തി ജീവിതങ്ങളാണ്. അതുകൊണ്ട് എങ്ങനെ നിൽക്കുന്നു പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവം നിർത്തിയാൽ നമ്മൾ നിൽക്കും. അതെന്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒത്തിരി കഷ്ടത്തിൽ കൂടി ഞാൻ കടന്നുപോയി, ഒത്തിരി വേദനയിൽ കൂടി കടന്നുപോയി. പലരും എന്നെ മാറ്റി നിർത്തിയ സമയങ്ങളുണ്ട്, നിന്ദിച്ച സമയങ്ങളുണ്ട്. നമ്മുടെ സഹോദരങ്ങള് മാറ്റി നിർത്തുമ്പോൾ ഞാൻ അതിന് കുറ്റം പറയത്തില്ല. ഈ സത്യം അറിയാതെ വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം, ഞാൻ ദൈവസന്നിധിയിൽ വരുന്നതിന് മുമ്പ് എൻ്റെ രണ്ട് ഈ ആങ്ങളമാരുടെ ഭാര്യമാരും കമ്മലും മാല ഊരിയ സമയം, അപ്പോൾ എൻ്റെ അനിയന്റെ കല്യാണം അടുത്തിരിക്കുന്ന സമയത്ത് ഞാൻ ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്, ഇവര് കമ്മലും മാല ഇടാതെ എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈ പെന്തക്കോസ്താരുടെ കൂടെയല്ലേ ഇവളും നിൽക്കണേന്ന് പറയും. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് ഞാൻ ഹൃദയത്തിൽ ചിന്തിച്ചിട്ടുണ്ട്, വളരെയധികം ഭാരപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അവർ കല്യാണം കൂടാൻ വന്നു, വരികയും ചെയ്തു. അതിലെല്ലാം ദൈവം സഹായിക്കുകയും ചെയ്തു. ഇത്രയും പേടിയോടുകൂടിയാണ് ഞാൻ ആ ദേശത്ത് നിന്നത്. എങ്കിലും ഈ അഭിഷേകം എന്നെ ധൈര്യപ്പെടുത്തി ഞാൻ ഓരോ സ്റ്റെപ്പ് മുന്നോട്ടെടുത്ത് വെക്കാൻ തുടങ്ങി. ഞാൻ മുന്നോട്ടെടുത്ത് വെക്കും തോറും എനിക്ക് പ്രതികൂലം കൂടാൻ തുടങ്ങി. എൻ്റെ പള്ളിക്കാരിടയാൻ തുടങ്ങി. ഞാൻ ഒത്തിരി ദൈവകൃപയിലോട്ട് വരും തോറും എനിക്ക് പിന്നെ കുർബാനക്ക് പോകണ്ടെന്നായി. ഞാനങ്ങ് വീട്ടിലിരിക്കാൻ തുടങ്ങി. ഭർത്താവ് എനിക്ക് അനുകൂല സാഹചര്യങ്ങൾ ഒരിക്കലും പള്ളിക്കാർ സമ്മതിച്ചില്ല. ആദ്യം ഒരു അച്ഛൻ വന്ന് കുറെ പേര് കൂടി വന്നിട്ട് പറഞ്ഞ്, അച്ഛൻ സാവകാശം പറഞ്ഞത്, നീ മോളെ വരണം, എൻ്റെ മക്കളെ ഓർത്തിട്ട് വരണം എന്ന് പറഞ്ഞ്. ഞാൻ അനങ്ങിയില്ല. എന്നോട് മിണ്ടരുതെന്ന് എൻ്റെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് ഒന്നും മിണ്ടിയില്ല. മറ്റേ വന്നുകൂട്ടര് ഇതിന്റെ പള്ളിപ്രമാണികൾ വരുന്ന പോലെ എന്നെ അങ്ങോട്ട് ഇങ്ങനെ ദൂഷിക്കുന്ന പോലെയുള്ള സംസാരങ്ങളുമായിട്ട് വന്നു. പക്ഷെ അച്ഛൻ പറഞ്ഞു, മിണ്ടണ്ട, അവളോടൊന്നും സംസാരിക്കണ്ട, അതെന്താന്ന് വെച്ചാൽ നമുക്ക് കൈകാര്യം ചെയ്യാന്ന് പറയും, അങ്ങ് കടന്നു. എന്നാൽ അങ്ങനെയെല്ലാം കടന്നു പോകുന്നുണ്ടെങ്കിൽ ഞാൻ കിട്ടുന്ന സമയം പാഴാക്കാതെ ഒളിച്ചും പാത്തും കൺവെൻഷനായിട്ടും പ്രയറായിട്ടും ഇങ്ങനെ കൂടി ഞാനിങ്ങനെ വാഴേനെ ചവിട്ടും തോറും, വാഴ വെട്ടി മുറിക്കും തോറും വാഴയുടെ കടക്ക് വണ്ണം കൂടുന്നത് പോലെ എൻ്റെ ആത്മീയ നന്മകൾ കൂടിക്കൊണ്ടാണ് ഇരുന്നായിരുന്നു. പക്ഷെ ദൈവം അവിടെ എല്ലാം എന്നെ സഹായിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഒരു അച്ഛൻ വന്നിട്ട് പറഞ്ഞു, നീ വരണം, വന്നേ പറ്റത്തുള്ളൂ, വന്നില്ലെങ്കിൽ നിന്നെ കൊണ്ടുപോകുന്നു. അപ്പൊ അന്ന് ഞാൻ ഏകദേശം വർഷങ്ങളായിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാൻ പ്രയറിന് പോകുന്നുണ്ട്. 3 വർഷക്കാലം എനിക്ക് ഞായറാഴ്ച പ്രയറിന് പോകാൻ പറ്റിയിട്ടില്ല. പ്രയറുകൾ എവിടെയുണ്ട് അവിടെയെല്ലാം ഞാൻ പോകും. അതിനിടക്ക് സ്നാനപ്പെടാൻ എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, നീ ഇവിടെ നിൽക്കരുത്, ഇത്രയും പെട്ടെന്ന് സ്നാനപ്പെടണം. എൻ്റെ ഭർത്താവ് ഒരിടെ പോയ സമയം നോക്കി ഞാൻ സ്നാനപ്പെട്ടു. അപ്പോഴെല്ലാം ഞാൻ ദൈവാസ്മാനോട് ആദ്യമേ തന്നെ പറഞ്ഞു, എന്നെ സ്നാനപ്പെടാൻ നിങ്ങൾ നിർബന്ധിക്കരുത്. എന്നോട് ദൈവം പറയാതെ ഞാൻ ഒന്നും ചെയ്യത്തില്ല. കമലുമാല ഊരാൻ പറയരുത്, അതും ദൈവം എന്നോട് പറയണം. ഇതെല്ലാം ദൈവം എന്നോട് പറഞ്ഞതാണ്. സ്നാനപ്പെടാൻ പറഞ്ഞു.
ഞാൻ സ്നാനപ്പെട്ടു. അത് ഒരു പുഴയിൽ തന്നെ സ്നാനപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുപോലെ എന്നെ സ്നാനപ്പെടുത്തി തന്നു. ദൈവകൃപയാൽ എന്നെ അങ്ങനെ കാര്യങ്ങൾ ചെയ്തു തന്നു. കമ്മലുമാല ഊരുന്ന കാര്യത്തില് എല്ലാ ദൈവമക്കളോടായിട്ട് ഞാൻ പറയാം, കമ്മലുമാല ഊരില്ലെന്ന് ഞാൻ നിർബന്ധം പിടിച്ച ഒരു വ്യക്തിയാണ്. എന്നാൽ ഒരു സുപ്രഭാതത്തില് ഒരു ഞങ്ങളുടെ എറണാകുളം ഡിസ്ട്രിക്റ്റിലെ ഷാരോന്റെ എല്ലാവരും കൂടിയുള്ള ആ കൺവെൻഷനിൽ ദേവദാസൻ പ്രസംഗിച്ചപ്പോൾ ഞാൻ ഇതേപോലെ ഇങ്ങനെ ഇരിക്കണേന്ന്. അപ്പൊ അവിടെ ഞായറാഴ്ച ചെയ്തുകൊണ്ട് ഞാൻ കർത്തൃമേശ നമുക്ക് ഷാരോണിന് തരത്തില്ലല്ലോ. അപ്പൊ കർത്തൃമേശ എനിക്ക് വേണ്ട, കള്ളത്തരം പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയും എനിക്ക് ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ സമയമാകുമ്പോ എന്റെ ദൈവം തരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്നാൽ ഞാൻ ഈ കമലമാല ഊരിയിട്ടില്ല, കർത്തൃമേശ എടുത്തിട്ടില്ലെങ്കിലും അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് അഭിഷേകം കിട്ടിയായിരുന്നു. ചെന്നെങ്കിൽ സഭയിൽ ഇരിക്കുമ്പോൾ ഒരു ദേവദാസൻ പറഞ്ഞു, ഈ അന്യഭാഷ പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കുന്നത് എനിക്കിഷ്ടമല്ലായിരുന്നു. അതും എനിക്കും ഇഷ്ടമല്ലായിരുന്നു. എന്ന് വെച്ചാൽ ഒത്തിരി ഒച്ചയെടുത്താലേ ദൈവം കേൾക്കൂല എന്നല്ല ഹൃദയത്തിൽ ചിന്തിക്കാറുണ്ടായിരുന്നു. എന്നാൽ അന്ന് ആ കൊച്ചൻ ഒരു കൊച്ചനാണ്, ഒരു 22 വയസ്സുള്ള കൊച്ചൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ചിന്തിച്ച് വീട്ടിലിരുന്നപ്പോൾ കർത്താവെ, അങ്ങനെ ഒരു അന്യഭാഷയുണ്ടെങ്കിൽ ദൈവം എനിക്ക് വീട്ടിൽ വെച്ച് തരണമെന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് അങ്ങനെ അന്യഭാഷ കിട്ടിയിരുന്നു. ആ കൊച്ചൻ പറഞ്ഞതനുസരിച്ച് ഞാൻ അന്ന് ഇന്ന് ആ കൊച്ചൻ വലുതായിട്ടുണ്ടാവും. അന്ന് ഞാൻ എൻ്റെ വീട്ടിൽ, അന്ന് എനിക്ക് 35 വയസ്സിലാണ് ഞാൻ ദൈവസ്ഥയിൽ ഇറങ്ങി. 98 ഞാൻ സ്നാനപ്പെട്ടത്. അപ്പോ ഏകദേശം 35 വയസ്സിനടുത്ത് വയസ്സ് ഉണ്ടാവും. ഏകദേശം 35-36 വയസ്സിൽ ഞാൻ ഇങ്ങനെ പോകുന്ന സമയം ഞാൻ ദൈവത്തോട് ചോദിച്ചു, അങ്ങനെ ഒരു അന്യഭാഷ ഉണ്ടെങ്കിൽ എനിക്കും ദൈവം തരണമേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. വീടിനകത്തിരുന്ന് തന്നെ എനിക്ക് അന്യഭാഷ കിട്ടിയതാണ്. എനിക്ക് ഒത്തിരി സമയം എനിക്ക് പ്രയറിനൊന്നും പോകാൻ പറ്റത്തില്ല. എനിക്ക് ഈ അന്യഭാഷ കിട്ടിയ പിന്നെ ഞാൻ വീടിനകത്തിരുന്ന് മണിക്കൂർ കണക്കിരുന്ന് ആരാധിക്കുമായിരുന്നു. കിട്ടുന്ന സമയം രാത്രിയില്ല പകലില്ലാതെ ആരാധിക്കും. എൻ്റെ മോന്റെ വിഷയം പറയട്ടെ, ഞാനിങ്ങനെ കണ്ണൂർ സ്റ്റേഡിയത്തിൽ കൺവെൻഷനിൽ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അന്നൊന്നും അന്യഭാഷ കിട്ടിയില്ല. എൻ്റെ മോൻ ചോദിച്ച ചോദ്യം എന്താന്ന് പറയുമ്പോൾ, നമുക്ക് വട്ട് പിടിച്ചായിരുന്നോ? ഞാൻ പറഞ്ഞു, വട്ടല്ല മോനെ, ദൈവം അഭിഷേകത്താൽ എന്നെ നിറച്ചതാ. മറ്റുള്ളവർക്ക് തോന്നും അത് ഭോഷത്വമായിട്ട് തോന്നും അല്ലേ? നമ്മൾ തുള്ളിച്ചാടുമ്പോൾ, നമ്മൾ തുള്ളി ആരാധിക്കുമ്പോൾ, ഞാൻ നല്ലവണ്ണം തുള്ളിച്ചാടി ആരാധിക്കുന്ന കൂട്ടത്തില്ല. എൻ്റെ കൃപ തന്നെ ആരാധനയാണ്. ഞാൻ ആരാധിച്ച് വിടുതലെടുത്ത വിടുതലുകളാണ് എൻ്റെ ജീവിതത്തിൽ ഉള്ളത് തന്നെ. അങ്ങനെ ഞാൻ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ സ്നാനപ്പെട്ടു, അഭിഷേകത്താൽ നിറഞ്ഞു, അങ്ങനെ അന്യഭാഷ പറഞ്ഞ്, അങ്ങനെ ഞാൻ കഷ്ടതയുടെ നടുവിൽ, ഇച്ചിരി പ്രതികൂലമാണ്, എൻ്റെ ഭർത്താവ് എനിക്ക് അനുകൂലമല്ല. ഞാനിങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് ഞായറാഴ്ച ഏകദേശം ആരാധനക്ക് പോകാനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടി. ഞാനൊരു ദിവസം ചോദിച്ചു, എന്നെ ഞായറാഴ്ചക്ക് ഒന്ന് ആരാധനക്ക് വിടുമോന്ന് ചോദിച്ചു. എങ്ങനെ പറയുള്ളൂ, പോയി എവിടെയെങ്കിലും പോയി ചാകുന്നേ പറയുള്ളൂ. എന്തായാലും വേണ്ടില്ല, ആ വാക്ക് കേട്ടാണെങ്കിലും ഞാനും എൻ്റെ മക്കളുമായിട്ട് കടന്നു പോവാൻ ഇടവന്നു. അങ്ങനെ കടന്നുപോയി ആരാധന. പക്ഷെ ഇനി എനിക്ക് പറയാൻ മക്കളെ കുറിച്ച് പറയണ്ടേ. എൻ്റെ മോൻ 6ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ടതെങ്കിലും എൻ്റെ മോൻ ദൈവകൃപയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ മോൾ എനിക്ക് അനുകൂലമായിരുന്നു. സ്നാനപ്പെടാൻ സംഗതിയൊന്നും അവർക്കും വരുത്തിയിട്ടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര പ്രതികൂലമായിരുന്നു ഞങ്ങളുടെ ദേശം. ഞാൻ ഒളിച്ചല്ലേ കടന്നു പോയിക്കൊണ്ടിരിക്കണം. മക്കളെ ഞാൻ വേദപാഠ ക്ലാസ്സിൽ വിടുമായിരുന്നു. വേദപാഠ ക്ലാസ്സിൽ പോകണമെന്ന് നിർബന്ധമായിരുന്നു. അല്ലെങ്കിൽ അതിനുള്ള തൊഴിൽ എനിക്കിട്ട് കിട്ടും. അതുകൊണ്ട് അതിനുള്ള സാഹചര്യം ഒരുക്കട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. എന്നാൽ എൻ്റെ മോന്റെ സാക്ഷ്യമാണ് യഥാർത്ഥ സാക്ഷ്യം. അതാണ് ജീവന്റെ സാക്ഷ്യം. അല്ലെങ്കിൽ ഹല്ലേലൂയ, തകർന്നു പോയ സ്ഥാനത്ത്, മരിച്ചു പോകുമെന്ന് വിധി എഴുതിയ സ്ഥാനത്ത് എൻ്റെ ദൈവം തന്ന ഒരു വിടുതൽ, അത് പറയുവാനാണ് ഞാനത് എൻ്റെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ എടുത്തൊരു നേർച്ചയാണ്. ആ സമയത്ത് എടുത്ത നേർച്ച ഒത്തിരി ഒന്നും ഞാൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ സമയങ്ങളെല്ലാം ഞാൻ ചെന്ന് പല സഭകളിൽ പോയി ഞാൻ സാക്ഷ്യം പറഞ്ഞു. എനിക്ക് കിട്ടുന്ന സാഹചര്യങ്ങൾ അനുസരിച്ച് വ്യക്തികളോടും ഞാൻ സാക്ഷ്യം പറഞ്ഞു. എന്നാൽ അരോമ ടിവിയിലൂടെ ആ ദൈവദാസൻ പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തിലൂടെ എനിക്ക് സാക്ഷ്യം പറയാൻ ദൈവം കൃപ തന്നു. പണ്ട് എന്നോട് ഒരു ദേവദാസൻ ആലോചന പറഞ്ഞതാണ്, 1000ങ്ങളുടെ മുമ്പിൽ ഇരുന്ന് നീ സാക്ഷ്യം പറയും. അത് എങ്ങനെയാണെന്ന് ചിന്തിച്ച സമയങ്ങളുണ്ട്. എന്നാൽ ഇന്നത് സംഭവിച്ചു എന്ന് പറയാം. ഏതായാലും എൻ്റെ മകൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം, അന്ന് രക്ഷിക്കപ്പെട്ടിട്ടില്ല, സ്നാനപ്പെട്ടിട്ടില്ല. അവൻ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുഞ്ഞാണ്, നല്ല ബുദ്ധിയുള്ള കുഞ്ഞാണ്.
നല്ല ബുദ്ധിയുണ്ട്. ചെറുപ്പം മുതലേ എല്ലാറ്റിനും നല്ല ബുദ്ധിയായി. ഞാനത് എല്ലാവരോടും പറയുകയും ചെയ്യുമായിരുന്നു. പക്ഷേ എനിക്ക് ചെറുപ്പം മുതലേ പഠിക്കാനും എന്നെ അനുസരിക്കാൻ ചെന്നെങ്കിൽ അപ്പച്ചൻ മദ്യപിക്കുന്നതുകൊണ്ട് അപ്പച്ചനോട് വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നു. ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു കൂട്ടത്തിലൊരു കുഞ്ഞായി. അങ്ങനെ പോകുന്ന സമയം 10th വെച്ച് അവന് 10th കയറിയ പിന്നെ ഒരു തലവേദന തുടങ്ങി. തലവേദന തുടങ്ങിയിട്ട് തലവേദന മാറത്തില്ല. കുഞ്ഞ് ഏതായാലും ഒരാഴ്ച എങ്ങാനും ക്ലാസ്സിൽ പോയി, പിന്നെ ക്ലാസ്സിൽ പോകത്തില്ല. അപ്പൊ മാഷുമാർക്കെല്ലാം സങ്കടമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞ് നന്നായി പഠിക്കുന്ന കുഞ്ഞാണ്, നല്ല സ്വഭാവമുള്ള കുഞ്ഞാണ് എന്നെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് മാഷുമാർ എന്നെ വിളിക്കാൻ തുടങ്ങി. ആ സമയങ്ങളിലെല്ലാം ഞാൻ ഡോക്ടറെ കാണാൻ നടക്കുകയാണ്. തലവേദനയുടെ ഡോക്ടറെ കണ്ടു. അത് കഴിഞ്ഞ് കണ്ണിന്റെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി കണ്ണിന്റെ ഡോക്ടറെ കണ്ടു. പിന്നെ ആയുർവേദം ചെയ്തു. ഇതെല്ലാം ചെയ്തിട്ട് കുഞ്ഞിന് ഒരു വിടുതലില്ല. ഈ ഒരു മാസക്കാലം കുഞ്ഞ് 10th പോയിട്ടില്ല. നമ്മള് അമ്മമാർക്കറിയാം, 10th കയറിയിട്ട് കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസത്തിന് പോയില്ലെങ്കിൽ അമ്മയുടെ വേദന എന്തെന്ന് അമ്മമാർക്കറിയാം. അതിലുപരിയായിട്ട് ഞാൻ വേദനിക്കുന്നത് എന്താണെന്ന് അറിയാമോ? എൻ്റെ മോൻ 10th, എൻ്റെ ഭർത്താവിന്റെ ചേട്ടന്റെ മോള് 10th, എൻ്റെ കൊച്ചപ്പന്റെ 2 പിള്ളേര്, ഒരാണും ഒരു പെണ്ണും, അങ്ങനെ 4 പിള്ളേര് ഞങ്ങളുടെ കോമ്പൗണ്ട്. ഞങ്ങൾ 25 സെന്റ് സ്ഥലത്ത് 3 പേരാണ്, 3 ആൺപിള്ളേര്. അതും കഴിഞ്ഞുള്ള വീടുകളാണ് കൊച്ചപ്പന്റെ മക്കളുടെ വീട്. ഇതെല്ലാം ഈ കോമ്പൗണ്ട് ഭാഗത്ത് തന്നെയാണ്. അപ്പോൾ ദൈവസന്നിധിയിൽ ഇറങ്ങിയെന്ന് എല്ലാവരും അറിഞ്ഞേ. അത് അറിയാൻ കാരണം എന്തെന്ന് പറഞ്ഞാല്, ഞാനിങ്ങനെ ഒരു ദിവസം പോയപ്പോൾ എന്നോട് ഞങ്ങളുടെ ഒരു കൊച്ചപ്പന്റെ മോൻ ചോദിച്ചു, നീ എവിടെ പോണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ പ്രയറിന് പോണേന്ന്. അന്ന് എനിക്ക് ഭർത്താവിന്റെ നല്ല അനുവാദം കിട്ടിയോണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രയറിന് പോണേന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രയറിന് പോണേന്ന് പറഞ്ഞേക്കണോണ്ട് അവർക്ക് അറിയാം പ്രയറിന് പോകാൻ തുടങ്ങിയ പിന്നാണ് ഈ 10th ക്ലാസ്സിലെ വിഷയങ്ങളും വന്നേക്കണം. ഇവരെല്ലാവരും എതിരിട്ട സമയത്തുമാണ് ഈ പ്രയറിന് പോണെന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാ പള്ളിക്കാരും എല്ലാവരും അറിയാനും എതിരുകൾ കടന്നു വരുവാനും സാധിച്ചത്. ഞാൻ ഒളിച്ചിരുന്നായിരുന്നെങ്കിൽ ഞാനപ്പോ ചിന്തിച്ചത്, ഞാൻ പോകുന്നത് 2 പേരെ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാ പറഞ്ഞത്. അപ്പോഴാണ് എതിരെല്ലാം ഓടിക്കൂടാൻ തുടങ്ങി. അപ്പോൾ ഇതെല്ലാത്തിന്റെ മുൻപിൽ എൻ്റെ മോൻ മാത്രം SSLC എഴുതില്ലെന്ന് പറയുമ്പോൾ ഞാൻ വേദനിക്കാതിരിക്കും. ഞാൻ അങ്ങനെ ഹൃദയം നുറുങ്ങി. ഞാൻ അവിടെ ഇരുന്ന് റൂമിലിരുന്ന് ഞാൻ കരഞ്ഞു, കർത്താവേ, ഞാൻ നിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങി വേണം. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, അവനല്ല പറയുന്നത്, പിശാചാണ്. നീ പ്രാർത്ഥിച്ചാൽ ദൈവം വിടിവിക്കുന്നു. ഞാൻ അങ്ങനെ എൻ്റെ മോനോട് ചെന്ന് പറഞ്ഞു, മോനെ, നമുക്ക് നാളെ ഒന്ന് എൻ്റെ വീടിന്റെ അടുത്താണല്ലോ എൻ്റെ ആങ്ങളുടെ വീട്, അവിടുത്തെ ദൈവദാസന്റെ അടുത്തൊന്ന് പോകാം, പ്രാർത്ഥിക്കാം. അവൻ പറഞ്ഞു, ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അന്ന് നീ എന്നെ എന്താണെന്ന് വെച്ച് ചെയ്തോ മോനെ, ഞാൻ ഇതിനും ഭേദം മരിക്കട്ടാ നല്ലത്, ഞാൻ ജീവിച്ചിട്ട് എനിക്ക് കാര്യമില്ല. ആ മരിച്ചാ മതി, മരിക്കണതാ നല്ലതെന്നുള്ള സംസാരം കേട്ട ഉടനെ അവൻ പറഞ്ഞു, ആ അമ്മച്ചിക്ക് വേണ്ടി വേണമെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ദേവദാസനെ കൊണ്ട് പ്രാർത്ഥിച്ചു. എന്നാലും പിറ്റേ ദിവസം ക്ലാസ്സിൽ പോകുന്നില്ല. പിന്നെ എൻ്റെ കൃതി ദൈവം പറഞ്ഞു, അന്ന് എനിക്ക് ഉപസിക്കാൻ അറിഞ്ഞുകൂടാ. പറഞ്ഞു, നീ ഉപസിക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ഉച്ചവരെ മുഷ്ടി എനിക്ക് ഒന്നും പറ്റുന്നില്ല, എങ്ങനെ ഉപസിക്കണമെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ ഞാൻ ഇങ്ങനെ എടുക്കാൻ തുടങ്ങി, ഉപവാസം എടുക്കാൻ തുടങ്ങി. കട്ടിച്ച് ഇങ്ങനെ ഉച്ചവരെ ആകുമ്പോൾ ഭക്ഷണം കഴിക്കും. അപ്പോൾ വരെ എനിക്ക് അന്യഭാഷ കിട്ടിയേക്കണോണ്ട് ഞാൻ ആരാധിച്ചു പ്രാർത്ഥിക്കും. പക്ഷെ ഈ ഉപവാസം തുടങ്ങിയപ്പോൾ എൻ്റെയും ആത്മീയ വർധന കൂടാൻ തുടങ്ങി. കുഞ്ഞിനും ഒരു വിടുതൽ തുടങ്ങാൻ തുടങ്ങി. അവൻ ക്ലാസ്സിൽ പോകാൻ തുടങ്ങി. എങ്കിലും ശരീരം കൊണ്ട് അവൻ ബലഹീനായിരുന്നു, തലവേദന ഉണ്ട്. എങ്കിലും ഞാൻ ഇവിടെ ഇരുന്ന് ഉപസിക്കും, പ്രാർത്ഥിക്കും. അത്ഭുതം എന്ന് പറയട്ടെ, അവൻ SSLCക്ക് ഡിസ്റ്റിങ്ഷന് ചെറിയ ഒരു പെർസെൻറ്റേജ് മാർക്കേ കുറഞ്ഞുള്ളൂ. അതോടുകൂടി അവന് ജയിക്കാനിട വന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവം മാനിക്കാൻ ഇടവരുത്തി. അതാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു സാക്ഷ്യം. ഹല്ലേലൂയ. ദൈവം അങ്ങനെ അത്ഭുതകരമായിട്ട് എൻ്റെ കുഞ്ഞിനെ വിടിവിച്ചു. അതെനിക്കൊരു അത്ഭുതമായി തീർന്നു. എന്നാലും ദൈവസന്നിധിയിലോട്ടൊന്നും കടന്നു വന്നൊന്നുമില്ല. +1 തുടങ്ങി, +2, അവിടെ എല്ലാം എനിക്ക് ഒത്തിരി സാക്ഷ്യങ്ങൾ പറയുവാനുണ്ട്. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ +1 പഠിക്കുമ്പോൾ പഠിക്കത്തില്ല, വെച്ചിട്ടുണ്ടെങ്കിൽ വാശിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തലവേദന, പഠിക്കത്തില്ല. പക്ഷെ അവിടെ എല്ലാം ഞാൻ ദിവസം ഇരുന്ന് കണ്ണുനീരോടെ, എൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ 2 മണി രാത്രിയൊക്കെയാണ് ഞാൻ എഴുന്നേറ്റിരുന്നു പ്രാർത്ഥിക്കുന്നത്. ഞാൻ ഒരുമാതിരി വണ്ണമുള്ള കൂട്ടത്തിലായിരുന്നു. ഞാൻ ആ സമയങ്ങളിലെല്ലാം ക്ഷീണിക്കാൻ തുടങ്ങി. ഷാജിന്റെ ഉപദ്രവം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ ഒത്തിരി, എൻ്റെ മുഖത്തെ ഐശ്വര്യം എല്ലാം പോയി. അങ്ങനെ ഒത്തിരി കഷ്ടപ്പാട്. എല്ലാവരും ചോദിക്കാൻ തുടങ്ങി, നിന്നെ വിവാഹം ചെയ്തുകൊണ്ടിരുമ്പോൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, എനിക്കിപ്പോ എന്താ പറ്റിയത്, നീ എന്തിനു വേണ്ടി ഇറങ്ങിയത്? ഞാനപ്പോ ഒരു സഹോദരിയോട് പറഞ്ഞ്,
എനിക്ക് സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഞാൻ ഇറങ്ങി. ആ സ്വർഗത്തിലേക്ക് നിന്നിപ്പൊ തന്നെ എടുത്തുകൊണ്ട് പോകും, ഒരു നൂലിങ്ങ് കെട്ടി ഇറക്കി തരും, നൂലിൽ പോകാനുള്ള അത്ര കാര്യങ്ങളൊക്കെ ഉള്ളു. ഞാൻ അപ്പോഴും പറഞ്ഞില്ല ആന്റി, എന്നെ ഈ വണ്ണം ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ കുറവാണെന്ന് തോന്നിയാലും ഇരട്ടി വണ്ണം ഞാൻ വെക്കും, അത് ദൈവം സഹായിക്കും. എന്ത് തന്നെ ആയാലും ഞാൻ ജീവിച്ചാലും മരിച്ചാലും എന്റെ കർത്താവിന് വേണ്ടി ഉള്ളത് തന്നെ. ജീവിക്കുന്ന ക്രിസ്തു മരിക്കുന്ന ലാഭവും എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ജീവിക്കുന്ന ക്രിസ്തു മരിക്കുന്ന ലാഭമായിട്ട് തന്നെയാണ് ഞാൻ ഇറങ്ങി തിരിച്ച നാളെ മുതൽ എന്റെ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചത്. ജീവിക്കുന്ന ക്രിസ്തു. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ നമ്മൾ ഇരിപ്പുണ്ട്. എങ്കിലും ദൈവത്തിന്റെ ഇഷ്ടം എന്താണോ അത് നിറവേറട്ടെ, അത്രയുമുള്ളായിരുന്നു എൻ്റെ ജീവിതം. എന്നാൽ എൻ്റെ മകൻ അങ്ങനെ വന്നു. +2 ഞാൻ ഇതേപോലെ പ്രാർത്ഥിച്ചു, ആവശ്യത്തിന് മാർക്കോടുകൂടി പാസ്സാകാനിടന്നു. അതുപോലെ +1 കഴിഞ്ഞ് +2 കയറിയപ്പോൾ ഇതേപോലെ തലവേദന പ്രശ്നങ്ങളും. എങ്കിലും ഏകദേശം +2 പകുതി ആയപ്പോൾ ഒരു പ്രയറിന് വരാൻ സാധിച്ചു. അപ്പോൾ അവിടെ ഒരു ദേവദാസൻ ഉണ്ടായിരുന്നു. ദേവദാസൻ പറഞ്ഞു, തലയെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, മോനെ, നിന്നെ ഒരു ഭ്രാന്തനാക്കാനാണ് ഷാജി പണി ഒരുക്കിയിരിക്കുന്നത്, നീ എത്രയും പെട്ടെന്ന് സ്നാനപ്പെടണമെന്ന് പറയാൻ. അങ്ങനെ അതോടുകൂടി അവൻ ഒരു തീരുമാനമെടുത്ത് സ്നാനപ്പെടാം എന്നുള്ളത്. അങ്ങനെയാണ് ഹല്ലേലൂയ 2000 അവൻ സ്നാനപ്പെട്ടു. എൻ്റെ മൂത്ത മോൻ സ്നാനപ്പെട്ടു. മോളെ കുറിച്ച് എനിക്ക് വേഗലപ്പെടേണ്ട ആവശ്യമില്ല, അന്നും അവൾ എൻ്റെ കൈവശം തന്നെയാണ്. അതുകൊണ്ട് അവൾക്കുള്ള സമയമാകുമ്പോൾ അവൾ സ്നാനപ്പെട്ടോട്ടെ ഇനി വെച്ചു. ആ സമയം വരെ ഇവളെ ഒത്തിരി വഴക്ക് പറയുന്നതുകൊണ്ട് ഇവള് വേദപാഠ ക്ലാസ്സിൽ പോകും. ഇവൻ SSLC കഴിഞ്ഞുകൊണ്ട് വേദപാഠ ക്ലാസ്സിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ, പള്ളിയിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ഇരിക്കാതെ ദൈവസന്നിധിയിൽ കടന്നു പോകാൻ ഒത്തിരി ബന്ധപ്പെട്ടു. എൻ്റെ ഭർത്താവ് മക്കൾ എന്ത് ചെയ്താലും എനിക്കട്ടെ തരത്തുള്ളൂ. മക്കളുടെ പേരും പറഞ്ഞ് ഒത്തിരി ഉപദ്രവിച്ചിട്ടുണ്ടല്ലോ ഈ ദൈവനാമത്തിന് വേണ്ടി. അവിടെ എല്ലാം ഞാൻ പറഞ്ഞില്ലേ, ദൈവനാമത്തിന് വേണ്ടി നമ്മൾ തല്ലുകൊള്ളുമ്പോൾ ദൈവം നമുക്കൊരു കൃപ തരും. അത് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ് പലവട്ടം എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങൾക്കും എല്ലാം നമ്മൾ തുറന്നു പറയേണ്ട ആവശ്യമില്ലല്ലോ. അവരെ പറഞ്ഞിട്ട് എനിക്ക് കാര്യമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മേൽ വ്യാപരിക്കുന്ന ഒരു പൈശാചിക ശക്തിയുണ്ട്. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിനെ ചെയ്യാമെങ്കിൽ നമ്മളൊന്നുമല്ല. അതുപോലെ തന്നെ കർത്താവ് നമുക്ക് വേണ്ടി അവസാനത്തുള്ളിൽ രക്തം ഊറ്റി തന്നത് നമ്മൾ അവന്റെ കാൽച്ചുവട് പിന്തുടരാൻ. കർത്താവ് പറഞ്ഞിട്ടില്ലേ, എന്റെ പിന്നാലെ വരുന്നവൻ തങ്ങളെ തന്നെ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് അനുഗമിക്കട്ടെ. അപ്പൊ ഒരു ക്രൂശ് നമുക്കുണ്ട്. അതെല്ലാം ഞാൻ പഠിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ പ്രയാസമുണ്ടായില്ല. എങ്കിലും ദൈവം എനിക്ക് വളരെയധികം കൃപ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന് എൻ്റെ കുഞ്ഞിനെ ഞാൻ ഒളിച്ചും പാത്തും പ്രയറിന് മോനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. അത് കഴിഞ്ഞ് അവൻ പോയത് ഡിപ്ലോമക്കാണ്. ഡിപ്ലോമയ്ക്ക് പോകുമ്പോൾ പരീക്ഷക്കൊക്കെ അവൻ എന്താ ചെയ്യുന്നത്, ദൈവസന്നിധി വന്നേ പിന്നെ അവൻ വന്നതുപോലെ തന്നെയാണ് വചനം വായിക്കാൻ തുടങ്ങി. വചനത്തിനനുസരിച്ച് അന്ന് ഈ 17ാമത്തെ വയസ്സിൽ അവൻ വചനം വായിക്കാൻ തുടങ്ങി. നന്നായിട്ട് വായിക്കുമായിരുന്നു, എപ്പോഴും വായിച്ച് തറമാക്കി. അങ്ങനെ ഇരിക്കാതെ ഡിപ്ലോമക്ക് പോകുമ്പോഴൊക്കെ പരീക്ഷ സമയത്ത് അസ്വസ്ഥതകളൊക്കെ കടന്നു വരുമ്പോൾ അവൻ അതിനിടയ്ക്ക് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഈ 12ാം ക്ലാസ്സിൽ വെച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസന്നിധിയിൽ വന്ന് കഴിഞ്ഞപ്പോൾ അവന്റെ തലവേദനക്ക് കുറച്ച് വിടുതൽ കിട്ടി. അതോടുകൂടി ഇവൻ ഇത്രയും ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും എനിക്ക് വിടുതൽ കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിച്ച് അവൻ ഒരു തീരുമാനമെടുക്കും, ഞാൻ ഇനി മരുന്ന് കഴിക്കത്തില്ലെന്ന്. ഞാൻ അന്ന് പറഞ്ഞു, മോനെ, മരുന്ന് കഴിക്കത്തില്ലെന്ന് തീരുമാനമെടുത്താൽ അതിൻ്റെതായ പ്രതികൂലങ്ങൾ നമ്മുടെ മുൻപിലോട്ട് വരും. പിടിച്ചു നിൽക്കാൻ കൃപയുണ്ടെങ്കിൽ മാത്രം എടുക്കാൻ പാടുള്ളൂ. ദൈവസന്നിധിയിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താൽ തീരുമാനമായിരിക്കണം എന്ന് പറയാനിട വന്നു. എന്നാൽ അവൻ എടുത്തു. അങ്ങനെ ഇരിക്കാതെ അവൻ ഡിപ്ലോമക്ക് പോയി. അപ്പൊ ചില സമയത്തൊക്കെ ചില അസ്വസ്ഥതകൾ കടന്നു വരും. പ്രാർത്ഥിക്കും, ആരാധിക്കും. എൻ്റെ കുഞ്ഞുങ്ങൾ 2 പേരെ കുറിച്ച് പറഞ്ഞാലും എൻ്റെ ഒപ്പം ഇരുന്ന് പ്രാർത്ഥിക്കാൻ മിടുക്കന്മാരായിരുന്നു. അങ്ങനെ എനിക്കൊരു അനുകൂലമായിരുന്നു 2 കുഞ്ഞുങ്ങൾ. അങ്ങനെ എല്ലാം പ്രാർത്ഥിച്ച് ഡിപ്ലോമ കഴിഞ്ഞ് നല്ല മാർക്കോടുകൂടി പാസ്സാകാൻ ഇടവന്നു. ഡിപ്ലോമ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കാതെ തന്നെയാണ് എൻ്റെ ചേച്ചിയുടെ മോള് ഗോളിയാറുണ്ട്. ഗോളിയോർ ഉള്ളതുകൊണ്ട് അവള് പറഞ്ഞ് ഭർത്താവ് പറഞ്ഞ്, ഷിജോ വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ വാ, മെക്കാനിക്കലാണ് അവൻ പഠിച്ചത്, ബാക്കി കോഴ്സൊന്നും അപ്പൊ പഠിച്ചിട്ടില്ല, നമുക്ക് അവിടെ എവിടെയെങ്കിലും ജോലിക്ക് നോക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ദൈവത്തോട് എന്റെ ആലോചന ചോദിച്ചിട്ട് കടത്തി വിടുള്ളൂ. ദൈവാലോചന ഒരു ദൈവദാസി എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാകാറുണ്ട്, പ്രയറിനൊക്കെ വരാറുണ്ട്. അപ്പൊ ആ ദൈവദാസിനോട് ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കണം, ഇങ്ങനെ മോനോട് പറഞ്ഞിട്ടുണ്ട്, പോണോ വേണ്ടയോ എന്ന് ദൈവം തീരുമാനിച്ച വിടാം. പക്ഷെ എൻ്റെ അടുത്തുനിന്ന് മാറാത്ത കുഞ്ഞാണ്, എനിക്ക് വിഷമവും ഉണ്ട്. എങ്കിലും ആ ദേവദാസി പറഞ്ഞ് ദൈവഹിതമാണ് അമ്മാമ്മേ, വിടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ
ദൈവത്തിന്റെ ആലോചന പ്രകാരം എൻ്റെ മോനെ വിട്ടു. വളരെയധികം അവൻ ദുഃഖത്തോടെ പോയി, ഞാനും ദുഃഖത്തിലായിരുന്നു. എന്നാൽ ഗോളിയാർ പോയപ്പോൾ അവന് അങ്ങനെ നിന്നെങ്കിലും ജോലിയൊന്നും കിട്ടിയില്ല. അവരുടെ അവിടെയുള്ള ഹിന്ദി ഭാഷ അവൻ അറിഞ്ഞുകൂടായിരുന്നു. എന്നാൽ ഹിന്ദി ഭാഷയൊക്കെ കുറച്ച് തറമാക്കിയെടുത്തു. അങ്ങനെ ഇരിക്കാതെ അവൻ എപ്പോഴും പ്രയറിന് പോകും. സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് എപ്പോഴും ഇപ്പൊ ഈ മരുമോള് മോന്റെ മോളാണ്, ചേച്ചിയുടെ മോളാണ്. ചേച്ചിയുടെ മോള് ടീച്ചർ ആയതുകൊണ്ടും ചേച്ചിയുടെ മരുമകൻ അറിയുമായിരിക്കും, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ ഗോളിയാറുള്ള ചർച്ചിന്റെ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ഇതൊക്കെ ആയതുകൊണ്ട് അവരവിടെ ഇരിക്കും. ഇവൻ എപ്പോഴും ഈ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് അവൻ ചില സമയങ്ങളിൽ പ്രയറിന് പോകും. ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുക സമയത്താണ് എൻ്റെ അങ്ങനെ മൂത്ത ചേച്ചിയുടെ കുടുംബം രക്ഷയിലേക്ക് കടന്നു വന്നു. മൂത്ത ചേച്ചിയുടെ കുടുംബം രക്ഷയിലേക്ക് വന്നപ്പോൾ ഒത്തിരി തടസ്സങ്ങളും പ്രതിസന്ധികളും അവിടെ തുടങ്ങി. അപ്പൊ ഇവൻ ഇവിടെ വെറുതെ ഇരിക്കുകയല്ല എന്ന് കുറിച്ച് ഇവൻ പറഞ്ഞ് നല്ല ചൂടുള്ള സമയമായിരുന്നു. ഒരു നേരം കഴിച്ച് ഞാൻ ഉപവാസം എടുക്കാം അമ്മച്ചി അവിടെ ഇരുന്നും ഉപവാസം. അപ്പൊ ഞാൻ ഉപവാസം തന്നെയാണ്, ഒരു നേരം കഴിച്ച് മിക്കപ്പോഴും ഉപവാസം തന്നെ. അപ്പൊ അങ്ങനെ എടുക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ശരി മോനെ എന്ന് പറഞ്ഞു. 21 ദിവസത്തേക്കാണ് അവൻ എടുക്കാൻ തീരുമാനിച്ചത്. ആ 21 ദിവസത്തേക്ക് എടുക്കാൻ തീരുമാനിച്ച് 6-ാം ദിവസം അവന് പനി തുടങ്ങി. അപ്പൊ എന്നോട് ചോദിച്ചു എന്ത് ചെയ്യണം അമ്മച്ചി, ഞാൻ ഉപവാസം ഒന്നും നിർത്തുന്നില്ല. ഞാൻ പറഞ്ഞു ഉപവാസം നിർത്തണ്ട, മോനെ എടുത്തു, മോനെ ദൈവം ശക്തീകരിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ 6 ദിവസം കഴിഞ്ഞ് 13-ാം ദിവസം വിളിച്ചിട്ട്, അപ്പൊ എല്ലാ ദിവസവും വിളിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. 13-ാം ദിവസം വിളിച്ചിട്ട് പറഞ്ഞു അമ്മച്ചി എനിക്ക് തീരെ വയ്യ, മഞ്ഞപ്പിത്തമാണെന്ന് തോന്നുന്നത്, ടെസ്റ്റ് ചെയ്യാൻ പോണേ. അപ്പൊ ഞാൻ പറഞ്ഞ് ടെസ്റ്റ് ചെയ്യുന്നിട്ട് അപ്പൊ ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റത്തില്ലല്ലോ, ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കുന്നില്ല, ഉണ്ടായില്ലെന്ന് നോക്കാലോ, എന്നിട്ട് ഒത്തിരി വെള്ളമൊക്കെ കുടിച്ച് കാര്യങ്ങളെല്ലാം ക്രമീകരിക്കാമല്ലോ എന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊരു കൊച്ചനും ഒരു ക്ലർക്കിനും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കൂടെ ടെസ്റ്റ് ചെയ്യാൻ പോയി. ആ ക്ലർക്കിനുള്ളതിനേക്കാളും കൂടുതൽ എൻ്റെ മോനായിരുന്നു. മോന് മഞ്ഞപ്പിത്തോട്ട് കടന്നു വന്ന് ഇവൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്നില്ല. പിന്നെ ചെയ്യുന്നത് എന്തെന്നാണ്, റാഡീഷൻ എന്ന് പറഞ്ഞത്, ഈ നമ്മുടെ ക്യാരറ്റ് പോലെ ഇരിക്കുന്നത് റാഡീഷൻ ആയിരിക്കും എൻ്റെ പേര്, ഞാൻ അത് ഉപയോഗിച്ചിട്ടില്ല. അത് കഴിക്കുമായിരുന്നു, വെള്ളം നന്നായിട്ട് കുടിച്ച്. അങ്ങനെ ഇരിക്കാതെ തന്നെ ഒരു ദിവസം എൻ്റെ മോൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ഉച്ച സമയമായിട്ടുണ്ടെന്ന് തോന്നുന്നു, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മച്ചി എനിക്ക് തീരെ വയ്യ, ഞാൻ മരിച്ചു പോകുന്ന തോന്നുന്നു, എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കണം. ഞാൻ പറഞ്ഞു മോനെ ഞാൻ എങ്ങനെ എത്തിക്കാനാണ്, ഇവിടെ എങ്ങനെ എത്തിക്കാനാ, പെട്ടെന്നുള്ള എത്തിക്കൽ ഇപ്പൊ അതുപോലെ എൻ്റെ ചേട്ടന്റെ വീട്ടുകാരോട് എനിക്ക് പറയാൻ പറ്റത്തില്ല, എൻ്റെ ഭർത്താവിനോടും കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല, നീ പെന്തക്കോസിൽ പോയി എൻ്റെ കുഞ്ഞിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയൂ. അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടും പ്രയാസമായിട്ട് ഞാൻ ഇരുന്നിട്ട് ഞാൻ എൻ്റെ ഹൃദയം നുറുങ്ങി ഞാനിരുന്ന് കരഞ്ഞു, കർത്താവിനല്ലാതെ ആശ്രയിപ്പാൻ എനിക്ക് ആരുമില്ല, എൻ്റെ യേശു എനിക്ക് വേണ്ടി വലിയ ചെയ്യണം എന്ന് ഞാൻ കരഞ്ഞങ്ങ് പ്രാർത്ഥിക്കുന്ന സമയം കർത്താവ് എന്നോട് പറഞ്ഞു നീ മുറിയടച്ചിട്ട് പോയിരുന്ന് ആരാധിക്കും. ഞാൻ പറഞ്ഞു എങ്ങനെ ഈ കണ്ണീരിന്റെ മുമ്പിൽ പോയിരുന്ന് ആരാധിക്കും, എനിക്ക് കണ്ണുനീരൊഴുക്കുകയാണെങ്കിൽ ഒഴുക്കാൻ പറ്റുമോ, ആരാധിക്കുന്നത് എങ്ങനെ കർത്താവേ എന്ന് പറഞ്ഞു. ഇല്ല നീ പോയിരുന്നാ മതി. ഞാൻ അങ്ങനെ ദൈവസ്ഥനിൽ പോരുന്നു എൻ്റെ യേശുവേ എന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്ന് ഞാൻ ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങി. ആരാധിച്ച് നൃത്തം ചെയ്ത് അങ്ങ് ആരാധിച്ചു കഴിഞ്ഞു. എനിക്കൊരു പ്രത്യേക ശക്തി തന്നു. വൈകിട്ട് ഞാൻ മോനെ വിളിച്ചിട്ട് പറയാന്ന് വിചാരിച്ചു. മോനെ അപ്പോ എനിക്ക് വയ്യെന്ന് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. മോനെ വിളിച്ച് പറയാന്ന് വിചാരിച്ചു, മോനെ നീ ചൂടുവെള്ളം കൊണ്ട് കുടിക്കരുത്, എണ്ണ ഇടരുതെന്ന് പറയാം. ഇച്ചിരി നമ്മുടെ മഞ്ഞപ്പിത്തം വന്ന് അങ്ങനെയൊക്കെ പണ്ടത്തെ കാരണവന്മാർ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്ന് പറയാന്ന് വിചാരിച്ച് പിടിക്കാൻ ചെന്നപ്പോഴത്തേക്കുമാണ് അവന്റെ സാക്ഷ്യം പറയുന്നത്. അമ്മച്ചിനെ വിളിച്ച ശേഷം ഞാൻ എൻ്റെ ഭവനത്തിൽ തന്നെ ആയിരുന്നു, ഞാൻ എൻ്റെ സമനില തെറ്റിപ്പോയി, എൻ്റെ കണ്ണ് അങ്ങ് മറിഞ്ഞു പോണ പോലെയായി. അപ്പോൾ പ്രത്യക്ഷപ്പെട്ട് ഒരിക്കലും വരാത്ത അവിടുത്തെ ദൈവദാസൻ ഭവനത്തിലേക്ക് കയറി വന്ന് വീട് തുറന്നു കിടക്കുകയായിരുന്നു. അങ്ങനെ കയറി വന്നിട്ട് ഷിജോന്റെ നെഞ്ചെ കൈവച്ച്, എൻ്റെ മോന്റെ നെഞ്ചെ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ആ മണി സമയത്ത് ഞാൻ ഇവിടെ ഇരുന്ന് ആരാധിക്കുന്നു. പക്ഷെ ദൈവം അവിടെ വലിയവനായി നിന്ന് ദൈവത്തിന്റെ വീര്യം കാണാനിട വന്നു. ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. വൈകുന്നേരം പറഞ്ഞു ഞാൻ പറയാൻ പോയത് ചൂടാക്കിയ വെള്ളം കൊണ്ട് കുളിക്കരുത്. അവൻ പറഞ്ഞ് അവനെപ്പോഴും ചൂടുവെള്ളത്തിലെ ചെറുപ്പം മുതലേ കുളിക്കത്തുള്ളൂ, എണ്ണ ഇടണമെന്ന് നിർബന്ധമാണ്, എണ്ണയിട്ട് ഞാൻ ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ മച്ചി എന്ന് പറയാനിട വന്നു. ദൈവമായിട്ട് അത്ഭുതം പ്രവർത്തിച്ചു. ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മുടെ കണ്ണാലെ കാണുന്ന പോലെ വല്ല,
ദൈവം വിളിച്ചവൻ വിശ്വസ്തനാണ്. വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. നമ്മളെ വഴിയിലിട്ടിച്ച് പോകുന്ന ദൈവമല്ല. കഷ്ടത ഇല്ലെന്ന് ദൈവം പറഞ്ഞിട്ടില്ല. നമ്മുടെ കഷ്ടതകളെല്ലാം കഷ്ടത സിദ്ധതയായി സിദ്ധത പ്രത്യാശയായിട്ട് തീരുക തന്നെ ചെയ്യും. എന്റെ ജീവിതത്തിൽ അങ്ങനെയാണ്. എന്റെ കഷ്ടത എനിക്ക് സഹിഷ്ണുതയായിട്ട് തീർന്നു, സഹിഷ്ണുത സിദ്ധതയായിട്ട് തീർന്നു, ഹല്ലേലൂയ, ഒരു പ്രാക്ടിക്കലായിട്ട് തീർന്നു, അത് പിന്നെ പ്രത്യാശയായിട്ട് തീർന്നു. ഈ സാക്ഷ്യങ്ങളാണ് ഞാൻ അനേകരോട് പറയുകയും അവരെല്ലാം ബലപ്പെടുത്തി. അനേകർക്ക് വേണ്ടി ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഫോണിൽ കൂടി പ്രാർത്ഥിക്കുകയും അവരെ ബലപ്പെടുത്തുകയും അവർക്ക് വലിയ വലിയ കഷ്ടങ്ങൾ വരുമ്പോൾ ആ കഷ്ടതയിൽ കുഴപ്പമില്ല, അവിടെ പിടിച്ചു നിൽക്കാൻ ദൈവം കൃപ തരുമെന്ന് അവരോട് ശക്തമായി എനിക്ക് പ്രവചനമുണ്ട്. ഒത്തിരി പ്രവചനമൊന്നും ഇല്ലെങ്കിലും അപ്പോൾ പറയാനുള്ള വാക്കുകൾ എനിക്ക് ദൈവം തരും. അത് പറഞ്ഞവരെ ബലപ്പെടുത്തുവാനിടവും. അത്ഭുതം എന്ന് പറയട്ടെ, ആ ദിവസങ്ങളിൽ പക്ഷെ ഉപവാസം നിർത്തിയില്ല. 21 ദിവസം ഉപവസിച്ചു. 21 പൊക്കം വെച്ച വിഷയത്തിന് മറുപടി കിട്ടി. എൻ്റെ ചേച്ചിയുടെ മകൻ അങ്ങോട്ട് കടന്നു ചെല്ലുവാനും അവനവിടെ ചെന്ന് സ്നാനപ്പെടുവാനും വരുവാനിടവന്നു. ദൈവം അങ്ങനെ അത്ഭുതകരമായിട്ട് എൻ്റെ കുഞ്ഞിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. അവിടെ ആ മകൻ ചെന്ന്, എൻ്റെ ചേച്ചിയുടെ മകൻ ചെന്നേ പിന്നെ അവൻ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് കടന്നു വരാനിടവന്നു. കടന്നു വന്നപ്പോൾ ഞാൻ കണ്ടത് മഞ്ഞക്കുരുത്ത് പോലെ ഇരിക്കുന്ന ഒരു മകനെയാണ് ഞാൻ. എൻ്റെ മനസ്സ് തകർന്നു. ഞാൻ വിചാരിച്ചു അന്ന് വിടുതൽ കിട്ടിക്കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അന്ന് എൻ്റെ മോന് വേണ്ടി വെച്ചത് കോഴിക്കറിയാണ് വെച്ചത്. ഞാനപ്പോൾ ഇവന്റെ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവമേ, എങ്ങനെ ഇവനാണ് കോഴി ഇഷ്ടമാണ്, ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. അപ്പോൾ ഞാൻ ദൈവമേ എങ്ങനെ കൊടുക്കും എന്ന് ഞാൻ ചിന്തിച്ച് ഞാൻ വളരെയധികം ഭാരപ്പെട്ടപ്പോൾ എൻ്റെ ദൈവാത്മാവ് പറഞ്ഞു, ഞാൻ സൗഖ്യമാണ്, നീ എന്തിനാ ഭയപ്പെടുന്നത്. ഞാൻ അങ്ങനെ ചിക്കൻ കറിയും കൂട്ടി ഞാൻ ചോറ് കൊടുക്കാനായിട്ട് വന്നു. കറിയും കൂട്ടി ഊണ് കഴിഞ്ഞപ്പോൾ ഈ മഞ്ഞക്കുരുത്തോല പോലെ ഇരിക്കുന്ന കുഞ്ഞിന്റെ മഞ്ഞപ്പെല്ലാം മാറി രക്തം ചെറിയ ഉച്ചതൊട്ട് ഉച്ചങ്കാൽ വരെ ആ പഴയ മകനായി തീരുവാനിട വന്നു. കർത്താവ് അങ്ങനെ അവനെ സൗഖ്യമാക്കി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. പിന്നെ അവൻ അടുത്ത ജോലിക്ക് വേണ്ടി പോയത് ഹരിയാനയിലോട്ടാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒളിയർ വെച്ച് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ദേവദാസനുണ്ട്. ആ ദേവദാസൻ ഇവനുമായിട്ട് കൂട്ടുകൂടി. ഇവന് വളരെയധികം ദൈവഭയവും, ദൈവദാസന്മാരെന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര കാര്യമായിരുന്നു. ആ സമയത്ത് കൊച്ചല്ലേ, അവനെ ഒത്തിരി ഇഷ്ടമായിരുന്നു. എല്ലാവരുടെ കൂടെ നടക്കുകയും അപ്പൊ ഇവനെ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് നീ ഇങ്ങോട്ട് വാടാ, ഹരിയാനയിൽ കൊണ്ടുപോയി ഞാൻ ജോലി വാങ്ങിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് ഹരിയാനയിലോട്ട് വിളിച്ചുകൊണ്ട് പോയി. എന്നാൽ ഹരിയാനയിലോട്ട് വിളിച്ചുകൊണ്ട് പോയി അവിടെ പോയി ജോലിക്ക് കയറി. തുച്ഛമായ ശമ്പളത്തിനാണ് കയറിയത്. അവിടെ തന്നെ ദൈവദാസന്മാരോടുകൂടെ പ്രവർത്തനത്തിനൊക്കെ പോകും. അങ്ങനെ ദൈവമായിട്ട് വളരെയധികം ആത്മബന്ധം സ്ഥാപിച്ചു പോകുന്ന സമയത്താണ് എന്നോട് ഇവിടെ വെച്ച് ഒരു ദേവദാസൻ ഇങ്ങനെ ഒരു ദൂത് പറയാനിട വന്നു. നിന്റെ മോനെ ഞാൻ അനുഭവ സാക്ഷി മുഴുവനാക്കി തീർന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അനുഭവം മാത്രമേ അവനുള്ളൂ ജീവിതത്തിൽ. അപ്പോൾ ആ സമയങ്ങളിൽ അവിടെ വെച്ച് ഒരു ആക്സിഡന്റ് പറ്റി. അവൻ ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തില്ല. അത് ഡോക്ടർ തുന്നി കെട്ടുന്നത് പോലെ അതുമേലൊരു വിടുതൽ കിട്ടി. അതുപോലെ നല്ല കാര്യങ്ങളെല്ലാം ദൈവം പിടിവിച്ച് പല അസ്വസ്ഥകൾ കടന്നു വന്നു. അവിടെയെല്ലാം വിടുതലുള്ള ദൈവം കൊടുത്തു. അതൊക്കെ ആയിരിക്കും അനുഭവം എന്ന് മറിച്ചു ഞാൻ ചിന്തിച്ചിരിക്കുന്ന സമയം പെട്ടെന്ന് അവന് ഏകദേശം അവിടെ 2 വർഷക്കാലം ജോലി ചെയ്യുന്നു. അതിനിടയ്ക്ക് ഒരു പ്രാവശ്യം എൻ്റെ വീട്ടിൽ വന്നു. ഈ സമയം പെട്ടെന്നൊരു പനി കയറി പിടിക്കാനിടം. ഈ പനി കയറി പിടിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ അമ്മച്ചി പനിയാണ്, ട്രീറ്റ്മെന്റ് ചെയ്യത്തില്ലല്ലോ, തീരുമാനം എടുത്തേക്കണല്ലേ, മോനെ നീ ഒന്നുകൊണ്ട് ഭാരപ്പെടേണ്ട, ദൈവം പ്രവർത്തിച്ചോളും, ഞാൻ പ്രാർത്ഥിച്ചോളാം. ഞാൻ എല്ലാവരോടും പറഞ്ഞു പ്രാർത്ഥിക്കണമെന്ന് പറയാനിട വന്നു. എല്ലാവരോടും പ്രാർത്ഥിച്ചു. അപ്പോഴൊക്കെ എൻ്റെ ചേച്ചിമാരൊക്കെ ദൈവസന്നിധിയിൽ വന്നിരിക്കണോണ്ട് എനിക്ക് ചേച്ചിമാരോടെല്ലാം ഷെയർ ചെയ്യാം. എൻ്റെ ചേച്ചിമാരോടും സഹോദരങ്ങളോടും എല്ലാവരോടും ഞാൻ പറഞ്ഞു. 2 സഹോദരന്മാരും അവരുടെ ഭാര്യമാരും വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പോകുന്ന സഭയിൽ പറഞ്ഞു. അങ്ങനെ എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം പെട്ടെന്ന് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പനി മാറുന്നില്ല അമ്മച്ചി, എൻ്റെ നാവെല്ലാം കുഴഞ്ഞു പോവുകയാണ്, ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഗോളിയാറുള്ള എൻ്റെ ആ മരുമകനോട് ഞാൻ പറഞ്ഞു, ഷിജോനെ ഒന്ന് ഇവിടെ വരെ നിങ്ങളുടെ വീട് വരെ കൊണ്ടുവരണം. അപ്പൊ ഞാൻ ഇവൻ ഗോളിയാറുള്ളപ്പോഴല്ല, ഹരിയാനയിൽ നിന്ന് ഒരു പ്രാവശ്യം എനിക്ക് എൻ്റെ വീട്ടിൽ വരാൻ പറ്റാതെ വന്ന സമയത്ത് ഞാൻ ഗോളിയാർ പോയിട്ടുണ്ടായിരുന്നു. പോയപ്പോൾ അവിടെയുള്ള ദേവദാസനുമായിട്ട് ഞങ്ങൾ സ്നേഹബന്ധത്തിലായിരുന്നു. അപ്പോൾ ആ ദേവദാസനും ട്രീറ്റ്മെന്റ് ചെയ്യാത്ത ഒരാൾ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ വിഷയം വന്നു കഴിഞ്ഞപ്പോൾ ആ ദേവദാസനെ അറിയിച്ചു. ദേവദാസൻ പറഞ്ഞു, ദേവാസി വിഷമിക്കണ്ട,
ഞാൻ പ്രാർത്ഥിച്ചോളാം, ദൈവം വിടുവിച്ചോളൂ എന്ന്. ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, എൻ്റെ സഹോദരങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി, എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഗോളിയാറോട്ട് എൻ്റെ കൊച്ചിനെ കൊണ്ടുവരാൻ പോയി. കൊണ്ടുവന്ന സമയം വരെ ഒരു കുഴപ്പമുണ്ടായില്ല. കൊണ്ടുവന്ന് ഈ ഭവനത്തിൽ കയറി കഴിഞ്ഞപ്പോൾ കൊച്ചിന്റെ സമനില തെറ്റാൻ തുടങ്ങി. വളരെയധികം ക്ഷീണിതനായി, സംസാരശേഷി പോയവനായി, വളരെയധികം. ഈ മരുമോൻ എന്നോട് പറഞ്ഞ്, ആന്റി എനിക്ക് ഇതിനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, ഞാൻ ഹോസ്പിറ്റലിൽ. പക്ഷെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവർക്ക് ഒന്നും അറിയാൻ പാടില്ലാത്ത ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവമക്കളാണെന്ന് പറഞ്ഞാലും നമ്മൾ അനുഭവിച്ചതൊന്നും അവർ അനുഭവിക്കാത്ത മക്കളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ശരി, ഇഷ്ടം പോലെ. എന്നോടപ്പൊ പറയുന്നില്ല, ഇങ്ങനെ പറഞ്ഞ് ഞാൻ ചിലപ്പോ ഹോസ്പിറ്റലിൽ. അപ്പോഴും ഞാൻ പറഞ്ഞു നോക്കട്ടെ. അപ്പൊ ദേവദാസനും പറഞ്ഞു നോക്കട്ടെ, ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരിക്കാതെ തന്നെ എന്നോട് പറഞ്ഞ്, ആന്റി ഇവിടെ വരാതെ എനിക്കൊന്നും പറ്റത്തില്ല, ആന്റി വേഗം വന്നു. ഞാൻ അങ്ങനെ വരാനായിട്ട് തീരുമാനിച്ച് ഞാൻ വിഷമിച്ച് പ്രയാസപ്പെട്ട്, എൻ്റെ ദൈവമേ ഞാൻ എന്ത് ചെയ്യും എന്ത് ചെയ്യും? എൻ്റെ ഭർത്താവിനോടും പറയാൻ പറ്റത്തില്ല, വീട്ടുകാരോടും പറയാൻ പറ്റത്തില്ല, ആരോടും പറയാൻ പറ്റത്തില്ല. എന്ത് ചെയ്യും ദൈവമേ എന്ന് ഓർത്തു. ഞങ്ങള് ദൈവസന്നിധി വന്ന വകയിൽ ദൈവദാസന്മാരെല്ലാം തല്ലണോന്ന് വിചാരിച്ചിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളാണ് എൻ്റെ കുടുംബക്കാരെല്ലാം. ഇതിന്റെ മധ്യത്തിൽ എന്തു ചെയ്യും ദൈവമേ എന്ന് ഓർത്ത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഈ രണ്ടാം ചേച്ചിയുടെ മോള് ഇതുപോലെ പ്രവചിക്കുന്ന ഒരു മകളാണ്. മകള് എന്നോട് പറഞ്ഞു, മകളെ നീ ഭാരപ്പെടണ്ട, നിന്റെ മോന്റെ ജീവൻ ഒരു നൂല് വണ്ണം ഉള്ളൂ, എപ്പോഴും എന്ത് സംഭവിക്കാം. പക്ഷെ നീ കടന്നു ചെന്നാൽ അവിടെ വിടുതലാണ്. നീ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പുറപ്പെടണമെന്ന്. ഞാൻ ആ വാക്ക് കേട്ട്, ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല. ഞങ്ങള് പെട്ടെന്ന് തൽക്കാലം എടുത്ത് കടന്നു പോവാൻ ഇടവന്നു. കടന്ന് ഞാൻ ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത്, അപ്പോഴത്തേക്കും ട്രെയിനിൽ കയറിയപ്പോൾ ഈ മരുമോൻ വിളിച്ചിട്ട് പറഞ്ഞു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനൊന്നും എനിക്ക് കുഴപ്പമില്ല, എൻ്റെ മകനെ എനിക്ക് ജീവനോടെ കിട്ടും, അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, എൻ്റെ ജീവിതം അതോടുകൂടി അവസാനിപ്പിക്കേണ്ടി വരും. ഞാൻ ദൈവസന്നിധിയിൽ വന്നത് ദൈവം അവസാനിപ്പിക്കണം, ഞാൻ അവസാനിപ്പിക്കത്തില്ല. ഞാൻ അവസാനിപ്പിച്ചാൽ ഞാൻ നിത്യ നരകത്തിലല്ലേ പോകത്തുള്ളൂ. അതുകൊണ്ട് ദൈവം തന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചെയ്യുന്നത് ജീവനോടെ എനിക്ക് തരാൻ ദൈവം ബാധ്യസ്ഥനാണ്. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വിടുതൽ ദൈവം കൽപ്പിച്ചേ പറ്റത്തുള്ളൂ. അതിനു മുമ്പ് തന്നെ ഞാൻ ദൈവസന്നിധിയിൽ ഇറങ്ങുമ്പോഴും എൻ്റെ പ്രതികൂലത്തിന്റെ നടുവിൽ ഞാൻ ദൈവത്തോട് പറഞ്ഞ്, ഞാൻ അവിടെ എനിക്ക് ആ ദേശത്ത് നിൽക്കാൻ പറ്റാത്ത പ്രതികൂലമായിരുന്നു. അപ്പൊ ഞാൻ ദൈവമേ, ഞാൻ ഇവിടെ വിട്ടു മാറണോ? എനിക്ക് പറ്റുന്നില്ലല്ലോ. വേറെ സ്ഥലത്തോട്ട് മാറുകയാണെങ്കിൽ എനിക്ക് നല്ലൊരു വീടും വെച്ച് എനിക്ക് സമാധാനമായിട്ട് എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ടായിരുന്നു. ആ ചിന്തിച്ച സമയത്ത് ദൈവാത്മാവ് എനിക്കൊരു വചനം തന്നത്, എനിക്ക് എപ്പോഴും വചനം തന്നാണ് എന്നെ ബലപ്പെടുത്തുന്നത്. എന്നോട് പറഞ്ഞ സങ്കീർത്തനത്തിൽ പറഞ്ഞ പോലെ യഹോവയാശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസിച്ചായിരിക്കുക, അവനിൽ തന്നെ രസിച്ചുകൊള്ളുക, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ഞാൻ നിനക്ക് തരും. എന്റെ ഹൃദയത്തിലെ ആഗ്രഹം ഇതുമാത്രമായിരുന്നു. എന്റെ 2 പിള്ളേരും ദൈവത്തെ വിട്ടു പോകരുത്, എനിക്ക് ഈ ദേശത്ത് നിന്ന് അനേക ജീവിതങ്ങൾ എനിക്ക് തരണം, എനിക്ക് കുടുംബപ്പറപ്പങ്ങളെ തരണം, ഈ ആഗ്രഹം. അല്ലാതെ സാമ്പത്തിക നന്മകൾ തരണമെന്നൊന്നും ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഒരു നന്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറ്. അപ്പൊ എന്നോട് ദൈവം അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാൻ പിടിച്ചു നിന്നതാണ്. ഈ വഴി പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ ഈ ട്രെയിനിലിരുന്ന് എൻ്റെ മുഖം ഹിസ്കിയാവിനെ പോലെ, ആ മതലല്ലല്ലോ, നമുക്കൊരു വശം കൊണ്ടല്ലോ, വശത്തോട് തിരിഞ്ഞിരുന്ന് ഞാൻ ഒത്തിരി അങ്ങ് കരഞ്ഞു. കർത്താവേ, നിന്റെ നാമത്തിന് വേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ചു. ഞാൻ നിന്റെ ഹിതമല്ലാത്തത് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ദൈവം എന്ത് പറയുന്നത്, എത്ര കഷ്ടപ്പാടാണെങ്കിലും ഞാൻ അങ്ങനെ കർത്താവിന് വേണ്ടി നിന്നിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം എന്നെ ഓർക്കണമേ. എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവനെടുത്ത ഒരു തീരുമാനമുണ്ട്, മരുന്ന് കഴിക്കത്തില്ലെന്ന്. അത് നിന്റെ മുമ്പിലെടുത്ത തീരുമാനം. പക്ഷെ ബോധം കെട്ടുപോയാൽ കൊണ്ടുപോകാതിരിക്കാൻ പറ്റത്തില്ല. അതിന്റെ മധ്യത്തിൽ അവർക്ക് പറ്റത്തില്ല. അതുകൊണ്ട് കൊണ്ടുപോയി. നീ എന്താണെന്ന് വെച്ചാൽ എന്നോട് കൂടെ ദൈവമേ കൂടെ ഇരിക്കണം. എനിക്ക് എൻ്റെ കുഞ്ഞിന്റെ മുമ്പിൽ നിൽക്കുവാനും പ്രാർത്ഥിപ്പാനും എനിക്ക് കൃപ. ഒരു മോന്റെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അമ്മമാർക്ക് പറ്റുന്ന ഒരു വിഷയമല്ല. എങ്കിലും എൻ്റെ കർത്താവ് കൃപ തന്നാൽ ഞാൻ നിൽക്കും എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഇടവന്നു. അപ്പോൾ എനിക്ക് ദൈവം തന്ന ഒരു വചനമാണ് യിരെമ്യാവിന്റെ വചനത്തിലെ 20-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്. ഹല്ലേലൂയ. 11-ാം. എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്, ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും. ആ ഒരു വചനം തന്ന അത് കഴിഞ്ഞ് 13-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവയ്ക്ക് പാട്ട് പാടുകയും യഹോവയെ സ്തുതിക്കുകയും, അവൻ ദരിദ്രന്റെ പ്രാണനെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവെ, ഞാൻ ദൈവവചനം വിശ്വസിച്ചുകൊണ്ടും നിന്നെ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. ഞാൻ വചനം കേട്ടും ദൈവവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങി.
എങ്കിൽ ഈ വചനം സത്യമായിരുന്നു, അല്ലെങ്കിൽ എനിക്കിത് താഴെ വെക്കേണ്ടി വരും. ഈ സത്യവചനം ഇച്ചിരി വിടിവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തന്നെ ആയിരിക്കണം. അതിനൊരു വ്യത്യാസം പള്ളിപുള്ളി വരാൻ പാടില്ല എന്ന് ഞാൻ ദൈവസ്ഥനിൽ നിന്ന് കൈവച്ച് പ്രാർത്ഥിച്ച് ഞാൻ കടന്നുപോയിട്ട് ദൈവദാസനെ ഞാൻ അവിടെ ചെന്ന് കാണുന്നത് എൻ്റെ മകൻ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ഒരു മകനെയാണ് ഞാൻ കണ്ടത്. കണ്ണടച്ച് കൈ മരിച്ചവനെ കൈയും കാലും അനങ്ങാതെ വയറ് വന്ന് വീർത്ത് വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുന്നൊരവസ്ഥയാണ് ഞാൻ കണ്ടത്. ഞാൻ കണ്ടപ്പോൾ എനിക്ക് പ്രത്യേക ദൈവം ബലം തന്നു. എന്തായാലും ഞാൻ പറഞ്ഞ് ഈ എൻ്റെ കുഞ്ഞ് മരുന്ന് കഴിക്കലും തീരുമാനം എടുത്തതല്ലേ, എന്തുകൊണ്ട് അതുകൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചതെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ എടുത്തു വയ്ക്കുക അവിടെ 4 ടീച്ചർമാരുണ്ടായിരുന്നു അവരുടെ സ്കൂളിൽ. ടീച്ചർമാര് ഹിന്ദുക്കളാണ്. അവര് പറഞ്ഞു, അതെ സഹോദരി, നിങ്ങൾ വരുന്നവരെങ്കിലും ജീവനോടെ ഇരിക്കാൻ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞ്, അത് നിങ്ങളുടെ ദൈവം. ഞാൻ അങ്ങനെയൊക്കെ പറയുന്നൊരു കൂട്ടത്തിലായിരുന്നു. എന്നാലും ദൈവം എനിക്ക് എൻ്റെ മോന്റെ മുമ്പിലിരുന്നു അങ്ങനെ പറയാൻ എനിക്ക് കൃപതം. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, അത് നിങ്ങളുടെ ദൈവം. എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. എൻ്റെ മോനെ കൊണ്ടല്ലാതെ ഞാൻ ഈ ദേശത്തുനിന്ന് പോകത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ അങ്ങനെ ഇരുന്ന്, എനിക്ക് ഹിന്ദി അറിഞ്ഞൂടാ. എൻ്റെ ചേച്ചിയുടെ ഈ മരുമകൻ എന്നെയും കൊണ്ട് അവരുടെ വീട്ടിലോട്ട് പോയി. ഞാൻ പറഞ്ഞില്ലേ, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ എബ്രഹാം പാസ്റ്ററിന്റെ ചർച്ചാണത്. അവിടെ വലിയ കെട്ടിടങ്ങളും സ്കൂളും ഇവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും ഗ്രൗണ്ടും ഒക്കെ ഉണ്ട്. എന്നാൽ ആദ്യമേ തന്നെ പ്രാർത്ഥിക്കാൻ പോണേന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞ്, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഞങ്ങളുടെ സ്കൂളിനെ ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവര് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഞാൻ ഇതും പറഞ്ഞുകൊണ്ട് എന്നെ ഇവരുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവത്തോട് അയ്യം പിടിച്ച് കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാനൊരു പൊട്ടിയെ പോലെയാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങളുടെ ദൈവം, എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവം. ഈ പൊട്ടിയെ നീ ഓർക്കണമേ കർത്താവ് എന്ന് പറഞ്ഞ് ഞാനൊരു മരച്ചോട്ടിലിരുന്ന് അല്ലെങ്കിൽ ഇവരുടെ അവിടെ റൂമിന്റെ ഇപ്പുറത്തൊരു മരമുണ്ട്, അതിന്റെ അവിടെ ഒരു സൺസൈഡ് ഉണ്ട്, അവിടെ ഒരു ഗുഹ പോലത്തെ ഒരു ചെറിയൊരു സ്ഥലമുണ്ട്. അവിടെ പോയിരുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരാരും കേൾക്കണ്ടെന്ന് വിചാരിച്ച് അവിടെ പോയിരുന്ന് ഞാൻ കരയാൻ തുടങ്ങി. കരഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഈ സാക്ഷ്യം എൻ്റെ മോനെ ജീവനോടെ നീ തിരിച്ചു തന്നാൽ ഈ സാക്ഷ്യം ഞാൻ എവിടെയും പോയി പറയും. എന്നെ അയക്കുന്ന സ്ഥാനത്ത് അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന സ്ഥാനത്ത് ഞാൻ പറയും, എൻ്റെ മോനെ എനിക്ക് തിരിച്ചു തരണം എന്ന് പറയാനിടവന്ന് ഞാൻ കരഞ്ഞു. അപ്പോൾ ആ ദേവദാസി, ഞാൻ പറഞ്ഞില്ല അവിടെ ഒരു ദേവദാസി ഉണ്ടെന്ന് പറഞ്ഞു, ദേവദാസി ആലോചന പറയുന്നത്, ദേവദാസി എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ദാവീദിന് എൻ്റെ മക്കളെ പിടിച്ചുകൊണ്ട് പോയതല്ലേ, ദുഷ്ടൻ നിന്റെ കുഞ്ഞിനെ കൊണ്ടുപോയിരിക്കുകയാണ്. നീ ആരാധിച്ചെങ്കിൽ മാത്രമേ വിടുതലുള്ളൂ. ഞാൻ ആരാധിച്ച് ഏറ്റെടുത്താണ് എല്ലാം ഞാൻ പോകാറുള്ളൂ. മാനസികമായി ചിന്തിച്ചാൽ നമുക്ക് ആരാധിക്കാൻ പറ്റില്ല. ഞാൻ ഒരു നേരം കഴിച്ച് ഉപവാസം 2000 തൊട്ട് 2015 വരെ എന്നോട് പല ദേവാസന്മാരും ചോദിച്ചു, ആൻറ്റി ഇങ്ങനത്തെ ഒരു ഉപവാസം ഒന്നും എടുക്കാമല്ലോ. പക്ഷെ ഞങ്ങളുടെ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളുടെ ഉള്ളത്തിൽ ക്രിയ ചെയ്തിട്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ദൈവസേനയിൽ കടന്നു വന്നേ പിന്നെ വളരെയധികം ബുദ്ധിമുട്ടുകളിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. അല്ലല്ലോ, ദൈവസേനയിൽ കടന്നു വരുന്നതിന് മുമ്പ് ബുദ്ധിമുട്ടുണ്ടായോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഒത്തിരി ബുദ്ധിമുട്ടുമില്ല, ഒത്തിരി നന്മയും ഇല്ലാത്ത രീതിയിൽ ഞങ്ങൾ മീഡിയം ടൈപ്പിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ ഇത് കഴിഞ്ഞ് എൻ്റെ ഭർത്താവിന്റെ ജോലി കുറെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേര് ചേട്ടൻ്റെ ജോലി ഞാൻ പറഞ്ഞില്ലല്ലോ, മെയ്സൺ വർക്കായിരുന്നു, കെട്ടിടത്തിന്റെ പണിയായിരുന്നു. ഒത്തിരി പേര് കൊടുക്കുമായിരുന്നു. ഒരു കെട്ടിടം തന്നെ എടുത്ത് പുള്ളി പണിയുമായിരുന്നു. പക്ഷെ ആരും കൊടുക്കാതെ അങ്ങനെ കുറെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നു. ആ സമയം മുതൽ എൻ്റെ മക്കൾ എന്നോട് പറഞ്ഞു, അപ്പച്ചന് വേണ്ടതെല്ലാം നമുക്ക് ചെയ്തു കൊടുക്കും, നമുക്ക് ഒരു നേരം കഴിച്ച് ഉപവസിക്കാം എന്ന് പറയുമായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ മക്കളും ഞങ്ങള് പ്രാർത്ഥിക്കുന്നതാണെങ്കിലും സന്ധ്യക്ക് ഞാൻ എൻ്റെ ഒരു റൂമിൽ കയറും, എൻ്റെ മോള് ഒരു റൂമിൽ കയറും, മോൻ മേലിൽ കയറും, ടെറസിന്റെ മുകളിൽ കയറും. അങ്ങനെ ഞങ്ങൾ 3 പേര് സന്ധ്യാസമയങ്ങളിലും പ്രാർത്ഥിക്കും. അതുപോലെ രാത്രി ഞങ്ങൾ 2 മണിക്ക് കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കും. അതെല്ലാം ഞങ്ങൾ ചെറുപ്പത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ. അങ്ങനെയെല്ലാം പോയിക്കൊണ്ടിരുന്ന് ഞാൻ അവിടെ ഇരുന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് ഇനി ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എന്താ ചെയ്യേണ്ടത്? ദൈവം പറഞ്ഞു, നീ പീസ്ഫുള്ളായിട്ട് ഉപവാസം തുടങ്ങി. അങ്ങനെ ഉപവാസം തുടങ്ങി ഇരിക്കാതെ പിറ്റേ ദിവസം ഞാനും ഫുള്ള് തുടങ്ങി. എൻ്റെ വീട്ടിലും ഒരു ദേവദാസനും എൻ്റെ സഹോദരങ്ങളും കൂടി ഉപവസിച്ചു. അപ്പൊ ഞങ്ങളുടെ വീട്ടിലുള്ളവരെല്ലാവരും അറിഞ്ഞു ഇവന് തീരെ കൂടുതലാണെന്ന് ഈ റോയി വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോൾ, റോയിക്ക് പ്രശ്നം വരരുതല്ലോ എന്നൊക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും
മൊത്തം ഇളകി. എറണാകുളം പട്ടണം ഇളകി എന്ന് പറഞ്ഞു, എൻ്റെ ശൂന്യം പട്ടണം ഇളകി എന്ന് പറഞ്ഞു ഇളകി. അവിടെ എൻ്റെ അനിയനും ഭാര്യയും പറഞ്ഞു, അനിയത്തിക്കായിരുന്നു കൂടുതൽ ദേഷ്യം, അവർക്കൊക്കെ ദിവസങ്ങളിൽ വന്നതിൽ ഒത്തിരി ദേഷ്യമായിരുന്നു. അതുകൊണ്ടാണ് അവരെല്ലാവരും പറഞ്ഞ, എൻ്റെ കുടുംബക്കാരെല്ലാവരും പറഞ്ഞു, ഇവന് രക്ഷ കിട്ടിയില്ലെങ്കിൽ ഈ പെന്തക്കോസ്ത് പ്രസ്ഥാനം തന്നെ തല്ലുകൊടച്ച് കളയുമ്പോൾ. അങ്ങനെ എറണാകുളം ചർച്ചുകൾ, ഷാരോൺ ചർച്ചിലെ ദൈവദാസന്മാരിരുന്ന് ദൈവമക്കളിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പല ദൈവദാസന്മാരെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ആന്റി ഇവരുടെ ആഗ്രഹം തിരിച്ചു കൊണ്ടുവരണമെന്നാണ്, തിരിച്ചു കൊണ്ടുവന്ന് അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുവരണമെന്നാണ് എന്ന് പറഞ്ഞു. ഞാൻ പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ എന്നോട് ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇതുവരെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനി ഞാൻ ചെയ്യും. എൻ്റെ ദൈവം ഒന്നും ദോഷമായ ദൈവം വ്യാജം പറയാൻ മനുഷ്യനല്ല. എൻ്റെ ദൈവം എനിക്ക് ഇതുവരെ വിടുതൽ തന്ന ദൈവം എന്നെ ഇനിയും നടത്തുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് ദൈവദാസൻ ചെയ്യേണ്ട ഒരു കാര്യം, എനിക്ക് കൃപ തരാൻ വേണ്ടി പ്രാർത്ഥിക്കും, ബാക്കി കാര്യം ദൈവം ചെയ്തോളൂ എന്ന് പറയാൻ ഇട വന്നു. എന്നാൽ ദൈവം അത്ഭുതമെന്ന് പറയട്ടെ, ദൈവദാസന്മാര്, എൻ്റെ ദൈവദാസനും കൂട്ടു ദൈവദാസന്മാരും ദൈവമക്കളും എറണാകുളത്തിരുന്ന് പ്രാർത്ഥിക്കാനും കണ്ണുനീരൊഴുക്കാനും പ്രശ്നത്തിന് പരിഹാരം തരാനും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവം എന്നെ ഭയങ്കര ശക്തീകരിച്ച് ദൈവം ബലപ്പെടുത്തി. ഈ ഉപവാസത്തിൽ തുടങ്ങിയ സമയത്ത് ഉച്ച കഴിഞ്ഞപ്പോൾ ഞാൻ കേൾക്കുന്നത്, അവനെയും കൊണ്ട് ഡയാലിസിസ് ചെയ്യാൻ ഡൽഹിക്ക് പോകുന്നു എന്ന് എനിക്ക് കേൾക്കാൻ പറ്റും. ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിച്ചു, കർത്താവെ, ദൈവത്തോട് ചോദിച്ചില്ല, ഇവനോട് ചോദിച്ചു, റോയിനോട് ചോദിച്ചു, കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒരു പ്രത്യേക ശക്തി എനിക്ക് തന്നു. ഞാൻ പറയും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇത്രയും ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും ഇത്രയും വഷളായെങ്കിൽ എൻ്റെ അടുത്തോട്ട് എനിക്ക് കൊണ്ടുവന്നതാണ്. എൻ്റെ ദൈവം പ്രവർത്തിക്കും, എൻ്റെ കയ്യിലൊക്കെ കൊണ്ടുവന്നതാണ്. ദൈവം എനിക്ക് വേണ്ടി വലിയവ ചെയ്യും. എന്നോട് പറഞ്ഞേക്കുന്നത്, യഹോവയ്ക്ക് പാട്ട് പാടുവിൻ, യഹോവയെ സ്തുതിപ്പിൻ, അവൻ ദരിദ്രന്റെ പ്രാണനെ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു എന്നാണ്. അപ്പൊ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് വിടുവിക്കേണ്ട ദൈവത്തിന്റെ കടമയാണ്. ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്താൽ മാത്രം മതി. അതുകൊണ്ട് എൻ്റെ ഭവനത്തിലേക്ക്, അപ്പൊ എല്ലാവരും അവിടെ നിന്ന് നേഴ്സുമാർ വിളിച്ചു പറഞ്ഞ്, ചേച്ചി അങ്ങനെ പറയരുത്, ആ കുഞ്ഞ് നല്ലൊരു കുഞ്ഞല്ലേ അവന്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് തരണം, എൻ്റെ കൊച്ചിന് തരണമെന്ന്. ഇങ്ങനെ എൻ്റെ ആഗ്രഹപ്രകാരം അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത്, ഡയാലിസ് ചെയ്യണമെന്ന് പറഞ്ഞെടുത്ത് ഡിസ്ചാർജ് ചെയ്ത് ഒരു ആംബുലൻസിൽ കയറ്റി ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് തന്നെ സഹായിക്കണം. അപ്പൊ എന്നോട് ദൈവശബ്ദം പറഞ്ഞു, കോവ എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യരെന്നോട് എന്ത് ചെയ്യും. ഞാൻ ഓർത്തില്ല, എറണാകുളത്തുകാരെല്ലാവരും എന്തോ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നു. അതല്ലായിരുന്നു കാരണം. ഈ ആംബുലൻസും കൊണ്ട് വരുമ്പോൾ ഈ സ്കൂളിന്റെ ഗേറ്റ് തുറന്നിട്ടുണ്ടായിരുന്നു. ഗേറ്റ് തുറക്കാൻ 5 മിനിറ്റ് സമയം. ഈ ആംബുലൻസ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണേ. പക്ഷെ അടുത്ത് പാർട്ടി ഓഫീസായിരുന്നു. എന്നെ ഒരു മനുഷ്യൻ പോലും കാണുവാനോ കേൾക്കുവാനോ ഇട വന്നില്ല. ആ ദൈവം പറഞ്ഞ വചനം അച്ചുപെട്ട് എനിക്ക് അനുഗ്രഹമായി തീർന്നു. അങ്ങനെ ആംബുലൻസ് അകത്ത് വന്നു. 4 പേര് കൂടി സ്ട്രെച്ചറായി കിടത്തി. ഞങ്ങൾക്കൊരു റൂം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ സംഘടിപ്പിച്ച റൂമിൽ കൊണ്ടുപോയി. എൻ്റെ ചേച്ചിയുടെ മോളാണ് അവിടെ ഉള്ളത്. അപ്പൊ എൻ്റെ ചേച്ചിയാണ് എനിക്ക് കൂട്ടിന് വന്നിരിക്കുന്നത്. അപ്പൊ ചേച്ചി അവിടെ ഇരുന്ന്, ഒരു കൊച്ചു കുഞ്ഞുള്ളതുകൊണ്ട് എൻ്റെ ചേച്ചിയുടെ മോൾ എൻ്റെ കൂടെ വന്നിട്ട് ഞങ്ങൾ 2 പേരും കൂടി അവിടെ ചെന്ന്, എന്നോട് എൻ്റെ ദൈവം പറഞ്ഞേക്കണേ, യഹോവയ്ക്ക് പാട്ടാണ്. ദൈവം എനിക്കൊരു പാട്ട് തന്നു. ആ പാട്ടങ്ങ് പാടാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒഴുകാൻ തുടങ്ങി. അന്യഭാഷകളാൽ നിറഞ്ഞ് ഞാൻ ആത്മാവിൽ ആരാധിച്ചു. പക്ഷെ ആരാധിക്കാൻ എനിക്ക് ഇടം കിട്ടിയത് എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൂടെയുള്ളവരാരും വന്നില്ല. സ്ട്രെച്ചറെ കിടത്തിയിട്ടും അവർ തിരിച്ചുപോയി. കൂടെ ഉള്ളവർ പിന്നെ ജീപ്പിൽ വരുന്നേ ഉള്ളൂ. ആ സമയം കൊണ്ട് ഞാൻ ഈ ആരാധന നടത്തി, ആത്മാവിൽ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞിന്റെ കണ്ണ് തുറന്നു. അങ്ങനെ കണ്ണ് തുറന്നപ്പോൾ എനിക്ക് സമാധാനം കിട്ടി. ദൈവം മക്കളെ, നമ്മുടെ ഏത് കഷ്ടതയിലും എൻ്റെ കർത്താവിനെ ആരാധിക്കാൻ നല്ല മനസ്സുണ്ടോ? ഇല്ലേ? ശദ്രക്കിനെ, മേശക്കിനെ, അബേദക്കിനെ തീച്ചൂളയിൽ ഇട്ടില്ലേ? അവരവിടെ ആരാധിച്ചിട്ടുണ്ടാവും. ഹല്ലേലൂയ. അതുപോലെ പൗലോസിനെ, ശീലാസിനെ കാരാഗൃഹത്തിൽ അടച്ചില്ലേ? അവിടെ ആരാധനയുണ്ട്. അതുപോലെ ഞാൻ അങ്ങ് ആരാധിച്ചു കഴിഞ്ഞു. കണ്ണു തുറന്നു കഴിഞ്ഞപ്പോൾ ഈ ടീച്ചേഴ്സ് വന്നു. കഴിഞ്ഞപ്പോൾ ഇവർക്ക് അത്ഭുതമായി. ഇത് പറഞ്ഞു, ഹല്ലേലൂയ, അയ്യോ എന്തൊരു അത്ഭുതം എന്ന് പറഞ്ഞ് അവർ അത്ഭുതപ്പെടാൻ ഇട വന്നു. അങ്ങനെ കുറച്ച് സമയം സംസാരിച്ചു കഴിഞ്ഞ് അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഇനി ഞാൻ എന്താ ചെയ്യുന്നത്? അപ്പൊ ദൈവാത്മാവ് പറഞ്ഞു, ഒരു പാത്രത്തിൽ നീ വെള്ളമെടുക്കും, അതിനെ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. ഞാൻ യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്റെ കുഞ്ഞിന്റെ നാവിൽ ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഈ വെള്ളമായിട്ട് ചെന്നപ്പോൾ, ചെറിയൊരു സ്പൂൺ എടുത്ത് ചെന്നപ്പോൾ ഈ ചുണ്ട് അങ്ങ് അടഞ്ഞിരിക്കുന്ന വെച്ചാൽ
അടഞ്ഞിട്ട് തുറയുന്നില്ല. ഇങ്ങനെ നനച്ചു കൊടുത്തു. ചുണ്ട് തുറന്നു. ചുണ്ടങ്ങ് തുറന്നു കഴിഞ്ഞ് നോക്കിയപ്പോൾ ഈ നാവ് അവിടെ ഇല്ല. നാവ് അങ്ങേയറ്റത്താണ്. ഞാൻ വചനത്തിൽ കേട്ടിട്ടേ ഉള്ളൂ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു. പക്ഷെ ഞാൻ അപ്പോഴും ഒന്നും ചിന്തിച്ചില്ല. ദൈവം എനിക്ക് അവിടെയും കൃപ തന്നു. ഞാൻ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങി. അപ്പോഴേക്ക് എറണാകുളം ഇളകി വിളിക്കാൻ പറഞ്ഞ്, എൻ്റെ ചേച്ചിയുടെ മോനെ ഫ്ലൈറ്റിന് വിട്ടിട്ടുണ്ട്, നാളെ അടുത്ത ഫ്ലൈറ്റിന് നിങ്ങൾ കൊച്ചിനെയും കൊണ്ട്, എൻ്റെ അനിയനാണ് പറഞ്ഞത്, കൊച്ചിനെയും കൊണ്ട് എറണാകുളത്ത് വന്നേക്കാം, നമുക്ക് അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, കൊച്ചിനെ നശിപ്പിക്കരുത് കേട്ടാന്ന് പറഞ്ഞു. പ്രാർത്ഥനയൊക്കെ ശരിയെ, നശിപ്പിക്കരുത്. ഞാൻ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ ദൈവം ഇങ്ങനെ പറയാൻ പറഞ്ഞു. എൻ്റെ അനിയന്റെ പേര് ലോനപ്പൻ എന്നാണ്. ലോനപ്പ, എൻ്റെ മോനെ വിടുവിക്കും, അവന് 2 ആഴ്ച കഴിയുമ്പോൾ ഞങ്ങൾ സൗഖ്യത്തോടെ ആ ഭവനത്തിലേക്ക് എത്തും എന്ന് ഞാൻ വിശ്വാസത്തോടെ പറയുവാനിടം. അത്ഭുതം എന്ന് പറയട്ടെ, അന്ന് രാത്രി 12 മണി സമയം എൻ്റെ ചേച്ചിയുടെ മകൻ വന്നു. ആ സമയത്ത് ഞങ്ങൾ ഇവിടെ ഇരുന്ന് ആരാധിക്കണേ. ആരാധിക്കാനല്ലേ ദൈവം പറഞ്ഞിരിക്കണം, ഞാൻ ഇങ്ങനെ ഇരുന്ന് ആരാധിക്കണേ. ആരാധിച്ച് നാവിന്റെ കെട്ടഴിഞ്ഞ് സംസാരിക്കുന്നില്ലെങ്കിലും അങ്ങനെ ലാളാളാന്നിങ്ങനെ പറയാൻ തുടങ്ങി. ഇപ്പോഴത്തേക്ക് എൻ്റെ അനിയൻ വിളിച്ചിട്ട് ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് എന്നാ അവൻ്റെ അടുത്ത് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അവൻ്റെ അടുത്ത് കൊടുത്തപ്പോൾ അവൻ ചെറുതായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞ് എന്നാ ചേച്ചിയുടെ ഇഷ്ടം, പക്ഷെ സൗഖ്യത്തോടെ കൊണ്ടുവരണമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയും. ശാന്തത എനിക്ക് തരാനിട വന്നു. അതോടുകൂടി ഞാൻ ഇങ്ങനെ അറിയാം. പക്ഷെ അതിനിടയ്ക്ക് ഈ ആരാധിക്കുന്ന ഇടയിലെല്ലാം പല ഫോൺ കോളുകൾ എൻ്റെ വീട്ടുകാരുടെ വന്ന് എന്നെ ഒത്തിരി വഴക്ക് പറയുകയും ദേഷ്യപ്പെടുകയും. പക്ഷെ ഇതൊന്നും നോക്കാതെ ഞാൻ ആരാധന തന്നെ ആരാധന. 2-ാം ദിവസം സന്ധ്യക്ക്, രാത്രിയൊക്കെ ആരാധനയാണ്. പക്ഷെ എനിക്ക് അന്യഭാഷകൾ ഇവിടെ നിന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ആ ഹിന്ദി ഭാഷയാണ് എൻ്റെ നാവിലോട്ട് നിന്ന് ഞാൻ ഇങ്ങനെ ഇരുന്ന് ആരാധിക്കുക. എൻ്റെ ചേച്ചിയും കൂടെ വന്നിരിപ്പുണ്ട്. ഞങ്ങൾ 2 പേരും ആരാധിച്ച് ഇപ്പൊ 2-ാം ദിവസം സന്ധ്യ ആയപ്പോൾ എനിക്ക് ഒരു ക്ഷീണം പോലെ വന്നപ്പോൾ ഞാൻ ചേച്ചിയോട്, ചേച്ചി കുറച്ച് സമയം ചേച്ചി ഇരിക്കും. അപ്പൊ ചേച്ചി പകല് പോയി ഒന്ന് കണ്ണു മന്നിച്ച ആളാണ്. ചേച്ചി ഇരിക്കും, ഞാൻ ഇച്ചിരി സമയം ഒന്ന് കണ്ണു മന്നിക്കട്ടെ എന്ന് പറഞ്ഞു. കണ്ണ് ഒന്ന് മന്നിച്ച് വന്ന സമയത്ത് ഞാനൊരു സ്വപ്നം കാണുന്നു. ഒരു ശവപ്പെട്ടിക്ക് നീളവും വീതികൾ എടുക്കുന്നു, അളക്കുന്നു. ഞാനിത് കണ്ടോടനെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇല്ല കർത്താവേ, എൻ്റെ കുഞ്ഞിനൊന്നും സംഭവിക്കരുത് എന്ന് പറഞ്ഞ് ഞാൻ കരയാൻ തുടങ്ങിയപ്പോൾ ദൈവം പറഞ്ഞു, നീ കിടക്കരുത്, നീ ആരാധിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ദൈവമേ, നീ എനിക്ക് ശക്തി താന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 3 രാവും പകലും അതിന്റെ പിന്നിൽ ഈ നാവ് തുറന്നെങ്കിലും ശബ്ദം പതുക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയെങ്കിലും ഇവന് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി നല്ല സെറ്റപ്പാക്കിയാണ് ഇവർ കൊണ്ടുവന്നേക്കണം. യൂറിൻ പോകാനുള്ള ബാഗ് പലതും ഇട്ടുകൊണ്ടാ വന്നേക്കണം. അപ്പോൾ ഈ കൈയും കാലം അനക്കാൻ തുടങ്ങിയപ്പോൾ ഈ ഇഞ്ചക്ഷന്റെ സൂചിയുടെ ഇതൊക്കെ ഇളക്കാൻ എനിക്ക് വേണ്ടെന്നുള്ള രീതിയിൽ ഞാനപ്പോ പറഞ്ഞു, റോയിനോട് പറഞ്ഞു, ഇത്രയും ദൈവം സൗഖ്യം തന്ന സ്ഥിതിക്ക് അതങ്ങ് എടുത്തു കളയെന്ന് പറഞ്ഞ് ഒരു നേഴ്സിനെ വിളിച്ച് അതെടുത്ത് കളയാൻ. യൂറിൻ വേഗം കളഞ്ഞു. എങ്കിലും പിറ്റേ ദിവസം രാവിലെ ഒന്നും യൂറിൻ പോകുന്നില്ല. അത് വലിയ, പക്ഷെ ഞാൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് പ്രാർത്ഥന ആരാധന ആരും ഒന്ന് സഹായിക്കാൻ വരാൻ ഒരു ദൈവദാസന്മാരോടെയും. പക്ഷെ ഒരു ദൈവദാസൻ, വലിയ ഇഷ്ടമുള്ള ഒരു ദൈവദാസൻ കണ്ണുനീരോട് പ്രാർത്ഥിക്കാൻ ഞങ്ങളുടെ കൂടെ ആ ഉച്ച സമയത്ത് വന്നു. ഉച്ചയാകാറായ സമയത്ത് വന്നിരിക്കുമ്പോൾ ഞാനിരുന്ന് ആരാധിക്കൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷെ ഇപ്പുറത്ത് ഈ പറഞ്ഞ മരുമകൻ എല്ലാം ഒരുക്കണേ. എന്താ വെച്ചാൽ 12 മണി സമയം വരെ ഇവന്റെ യൂറിൻ പോയില്ലെങ്കിൽ ഡൽഹിയിലോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ പരിപാടികളും ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതൊന്നും അറിയുന്നു, പക്ഷെ സ്വർഗം അറിയുന്നുണ്ടായിരുന്നു. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. 12-ന് 5 മിനിറ്റുള്ളപ്പോൾ അണ പൊട്ടി ഒഴുകുന്നത് പോലെ ആ യൂറിൻ ഹല്ലേലൂയ കടന്നു പോകാനിടം. അങ്ങനെ ദൈവം അത്ഭുതകരമായിട്ട് ദൈവം ഒരു വിടുതൽ കൽപ്പിച്ചു. അങ്ങനെ ഈ ആരാധിച്ച് ആ 3 രാത്രിയും പകലും ആരാധന കഴിഞ്ഞപ്പോൾ ആ 4-ാം സന്ധ്യ സമയത്ത് അവന്റെ നാവ് കൊണ്ട് തന്നെ അവൻ പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ വിട്ടുപോ പിശാചി എന്ന് പറയാൻ ഇടവന്നു. അങ്ങനെ അവൻ സൗഖ്യം പ്രാപിപ്പാൻ ഇടവന്നു. അങ്ങനെയാണ് ദൈവം സൗഖ്യം തന്നത്. വലിയൊരു വിടുതലാണ് എനിക്ക് ദൈവം തന്നത്. ദൈവം അത്ഭുതകരമായി എന്നെ ദൈവം നടത്തി, അതിശയകരമായി എന്നെ ദൈവം നടത്തി. ഒരു നാൾ ലജ്ജിപ്പിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങൾ 2 പേര് വന്നെങ്കിലും ഒരു സഹോദരൻ വന്നിട്ടുണ്ടായിരുന്നു. അവൻ ഒത്തിരി എന്നോട് ദേഷ്യമായിരുന്നു. എന്നെ ഒത്തിരി സ്നേഹിച്ചവൻ, ഒത്തിരി എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ എനിക്ക് കുറച്ച് കൃത്യനിഷ്ഠ കൂടിയുള്ളതുകൊണ്ട് എന്നെ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവന്റെ ഭാര്യ വന്നപ്പോഴും പറഞ്ഞത് അവളെ കണ്ടുപഠിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ എന്നാൽ ഈ പറഞ്ഞവൻ എനിക്കെതിരായി വന്ന സമയത്താണ് എൻ്റെ കുഞ്ഞിന് അസുഖങ്ങളെല്ലാം വന്നത്.
അങ്ങനെയുള്ള സമയത്ത് ഇവൻ ഒത്തിരി എതിരായിട്ട് നിൽക്കുന്ന സമയം വിടുതലെല്ലാം കിട്ടിയെങ്കിലും ഒന്നും പറഞ്ഞ സമ്മതിക്കാത്ത കൂട്ടരാണ് അവരാരും. എന്നാൽ എൻ്റെ ചേട്ടന്റെ വീട്ടുകാർക്ക് മനസ്സിലായി, ഇതെല്ലാം അവരറിഞ്ഞുകൊണ്ട് അവർക്ക് മനസ്സിലായി ദൈവം വലിയവനായി കൂടെ ഇരുന്ന് വീര്യം പ്രവർത്തിച്ചെന്ന് പറയുവാൻ ദൈവം ഇടവരുത്തി. എന്നാൽ എൻ്റെ ഇളയ സഹോദരൻ അപ്പോഴും എന്നോട് സന്തോഷത്തോടു കൂടിയെന്നല്ല പെരുമാറിയത്. എൻ്റെ അപ്പൻ്റെ അനിയൻ പറഞ്ഞത്, ഇവന് വേണ്ട എന്ത് ട്രീറ്റ്മെന്റ് ആണെങ്കിലും ഞങ്ങൾ ചെയ്തോളാം, അവനെ ഇങ്ങ് കൊണ്ടുവന്ന് തന്നാൽ മതി. പക്ഷേ എങ്കിലും ഞങ്ങളോട് ഞങ്ങള് ഇങ്ങനെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ആർക്കും അതിനോട് യോജിക്കാൻ പറ്റിയില്ല, അതിനോട് ഇഷ്ടക്കേട് തോന്നി. ഇത്രയും വലിയൊരു അത്ഭുതം പ്രവർത്തിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് ഇവരെല്ലാവരും യേശുവിനെ അറിയും, യേശുവിനെ കണ്ടുമുട്ടാൻ മുഖാന്തരം ഒരുക്കുമെന്നുള്ള ഒരു സന്തോഷം എനിക്ക് ഹൃദയത്തിലുണ്ട്. എന്നാൽ അവരാരും അതിൽ കൂടിയൊന്നും കണ്ടുമുട്ടുവാൻ ഇടവന്നില്ല. ദൈവം അവിടെ എല്ലാം എന്നെ ഒറ്റിപ്പിളർത്തി കൊണ്ടുപോവുകയും ചെയ്ത് അങ്ങനെ തിരിച്ച് ഞാനൊരു ഒക്ടോബർ 15 പോയത്. എൻ്റെ അനിയനോട് പറഞ്ഞ പോലെ നവംബർ 5 ഞങ്ങൾ തിരിച്ചെത്തുവാനും എൻ്റെ മകൻ സൗഖ്യത്തോടെ, ഞങ്ങൾ കൊണ്ടുപോയ ലഗേജുകളെല്ലാം എടുത്തു കയറ്റാൻ ആളുണ്ടായിരുന്നു. ഇറക്കാൻ നേരത്ത് ആളെത്തുന്നതിന് മുമ്പ് ഇവൻ തന്നെയാണ് ഇറക്കാൻ ഇടവന്നത്. അങ്ങനെ അവൻ കടന്നുപോയ സമയം ആ മകനാണ് ഇന്ന് ദൈവവേലയ്ക്ക് വേണ്ടി അവൻ ദൈവം ദർശനം കണ്ടിട്ടുള്ളതാണ്. അവന് ഒരു ദൈവവേലയ്ക്ക് കൊണ്ടുപോകുന്നതായിട്ട് അവനും ദർശനം കണ്ടിട്ടുള്ളതാണ്. അതിൽ പിന്നെ വന്ന കഷ്ടതകളാണ് ഇതെല്ലാം. ദൈവത്തിന് അവനെ ഉപയോഗിക്കാനുണ്ടാവും. അതുകൊണ്ടായിരിക്കും ദൈവം ഇത്രയും വലിയ കഷ്ടത്തിൽ കൂടി, കഷ്ടം വരുമ്പോൾ നമ്മൾ ചോദിക്കും എന്തിനാ കർത്താവേ ഇത്രയും വലിയ കഷ്ടതയെന്ന്. പക്ഷെ ഈ കഷ്ടത്തിൽ കൂടി നമ്മളെ കടത്തിക്കൊണ്ടുപോയി ഒരു വിടുതൽ തന്നു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും അത് ദൈവം ഒന്ന് തിന്മയ്ക്കല്ല നന്മയ്ക്കായി ചെയ്യുകയാണെന്ന് നമ്മൾ ചിന്തിപ്പാൻ ഇടവരും. അങ്ങനെ അവൻ അത്ഭുതകരമായി കൊണ്ടുവന്നു. ഞാൻ വീട്ടിൽ വന്നു. എല്ലാവർക്കും, എൻ്റെ ചേട്ടൻ്റെ വീട്ടുകാർക്ക് സന്തോഷം കെട്ടിപ്പിടിച്ച് സന്തോഷിക്കാനും അവനെ ആലിംഗനം ചെയ്യുവാനും ഇടവന്നു ആ ദൈവത്തെ. അപ്പൊ അതുകൊണ്ട് കുറച്ച് കെട്ടടങ്ങി. അല്ലെങ്കിൽ എൻ്റെ മോളുടെ വിവാഹം അത് കഴിഞ്ഞാണ് നടത്തിയത്. അതുകൊണ്ട് എൻ്റെ ചേട്ടനനിയന്മാര് കുറച്ച് പേര് കൂടാനിട വന്നു. എങ്കിലും കുറെ പേരൊന്നും എൻ്റെ കൊച്ചപ്പൻ്റെ വീട്ടുകാരോ ആരും അതിനോടൊന്നും സഹകരിച്ചില്ല. അവർക്കൊന്നും കേൾക്കാനുള്ള നല്ല മനസ്സ് പോലും ഉണ്ടായിരുന്നില്ല. എങ്കിലും എൻ്റെ മോൻ സൗഖ്യം കിട്ടി. മോൻ വിടുതലോടെ വീട്ടിലേക്ക് കടന്നു വന്നു. മോൻ സൗഖ്യത്തോടെ കടന്നു വരുവാനും ദൈവസന്നിധിയിൽ പിന്നെയും ഒന്നുകൂടി ആത്മീയ വർധനക്ക് കാരണമായി തീരുവാനും കർത്താവിന് വേണ്ടി നിൽക്കുവാനും. പിന്നെ അവൻ ഇടയ്ക്കഴിഞ്ഞിലോട്ട് കടന്നുപോയില്ല, ഹരിയാനയിലോട്ടൊന്നും കടന്നുപോയില്ല. അവിടെ നിന്ന് കടന്നു വന്നതുപോലെ വന്നു. പിന്നെ തിരിച്ചു പോയിട്ടില്ല. തിരിച്ചുപോയി സാക്ഷ്യം പറയണമെന്നെല്ലാം ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും തിരിച്ചു പോകാൻ പറ്റിയിട്ടില്ല. ഹല്ലേലൂയ. ദൈവം അങ്ങനെ പിന്നെ ഞങ്ങൾ ഞാനപ്പോഴേക്കും ഷാരോണിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. എങ്കിലും ഞാനൊരു ദേവദാസൻ പറഞ്ഞതുപോലെ എന്താണ്, എങ്ങനെയാണ് നമുക്കൊരു കർത്താവിന്റെ വേല ചെയ്യണം എന്നൊരു ആഗ്രഹം തുടങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ബോങ്കയുടെ കൺവെൻഷൻ 2 ഞാൻ എറണാകുളത്ത് കൂടിയിട്ടുണ്ട്. അതുപോലെ ബോങ്കയുടെ പുസ്തകം ഞാൻ വായിക്കുമായിരുന്നു. ആ സമയത്തെല്ലാം ആ ദേവദാസിന്റെ ബുക്കിൽ ഇങ്ങനെ കേട്ടു, ഒരു ദേവദാസി ഒരു ചർച്ച് തുടങ്ങി, ഒരു ദൈവദാസന്. അന്ന് ഞങ്ങളുടെ ദേശത്ത് ഒരു ദൈവവേലയില്ല. എനിക്ക് കർത്താവിന് വേണ്ടി എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, എങ്ങനെയുള്ള ഒരു ആർത്തിയായിരുന്നു എനിക്ക്. അപ്പൊ അങ്ങനെ എന്തോ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവെ ഞാൻ നിന്റെ വേല ചെയ്യാം, ഈ ദേശത്ത് ഒരു സഭ ഞാൻ എന്താ തുടങ്ങും, എനിക്ക് അതിനിടെ സാവകാശം ഒരുക്കി തരണം. പക്ഷെ സഭയുടെ പിൻപിലുള്ള കഷ്ടത എന്താണെന്ന് നമ്മൾ അതിലെല്ലാം കൂടെ കടന്നു പോകുമ്പോഴല്ലേ അറിയുന്നു. എന്നാൽ ആ ഇടയെല്ലാം ഈ കുഞ്ഞിന്റെ അസ്വസ്ഥത എല്ലാം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഷാരോൺ നിൽക്കുന്ന സമയത്ത് എനിക്ക് വേറെ പിന്നെ കഷ്ടതകൾ, കുടുംബത്തിൽ ഭയങ്കര പ്രതിസന്ധികൾ വെച്ചിട്ടുണ്ടെങ്കിൽ ദാരിദ്ര്യമാവുന്ന ബുദ്ധിമുട്ടുകൾ കടന്നു വന്നപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ എന്റെ കുറവാണോ അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തിക്കായിട്ടാണോ ഇതെല്ലാം സംഭവിച്ചിരിക്കണേ ദൈവത്തോട് ചോദിപ്പാനിടത്. അപ്പൊ ദൈവം പറഞ്ഞു, എന്റെ പ്രവൃത്തി ഇവിടെ ആരംഭിക്കണമെന്ന്. അപ്പൊ എന്താണ് നിന്റെ പ്രവൃത്തി എന്ന് വെച്ചപ്പോ, ഇവിടെ നീ പ്രയർ തുടങ്ങുന്നു. ചർച്ചിലെ ആൾക്കാർ പ്രയർ തുടങ്ങുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ദേശത്ത് ഞങ്ങളുടെ കോമ്പൗണ്ടിൽ ഒരു ദേവദാസനെ കിടന്നു. ഞങ്ങൾ ഒളിച്ചാണ് ദേവദാസൻ വരെ വിളിച്ചത്. ചേട്ടന് കുറച്ച് ഇഷ്ടമുള്ളത് കൊണ്ട് കടന്നു വരണമെന്നതിനോട് താല്പര്യമില്ല, അവരാരും സുവിശേഷം പറയുന്ന താല്പര്യമില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാതെ വ്യാകുലപ്പെട്ടിരുന്നപ്പോൾ മകള് പറഞ്ഞ്, അമ്മച്ചി ഞാൻ അപ്പച്ചനോട് പറയാം. ഞങ്ങൾ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ദേവദാസന്മാര് കുറച്ച് സമയം പ്രാർത്ഥിക്കാൻ വേണ്ടി ചോദിക്കുന്നു. അപ്പൊ കഷ്ടതയല്ലേ ഞങ്ങൾക്ക്. ഞാൻ പറഞ്ഞ് അവര് പ്രയർ തുടങ്ങുന്നതിന് എന്തെങ്കിലും നമ്മളെ സഹായിക്കും, തുടങ്ങാമോ എന്ന് ചോദിച്ചു. എന്താണ് അത്ഭുതം എന്ന് പറയട്ടെ, അനുവാദം തന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഹോളിൽ വെച്ചേക്കുന്ന യേശുവിന്റെ രൂപം
എടുത്തു മാറ്റാൻ ഇടവന്നു. യേശുവിന്റെ രൂപം എടുത്തു മാറ്റി ആ ഹോളിൽ ഞങ്ങൾ പ്രയർ തുടങ്ങി. പ്രയർ തുടങ്ങിയ ആദ്യത്തെ ആഴ്ചയിൽ കുഴപ്പമൊന്നുമില്ല, ഭർത്താവും വന്നിരുന്നു. രണ്ടാമത്തെ ആഴ്ചയിലും കുഴപ്പമില്ലാത്ത രീതിയിലിരുന്നു. മൂന്നാമത്തെ ആഴ്ചയിൽ ഇപ്പൊക്കെ രണ്ടാഴ്ചയിലും ഒരുമാതിരി ജനമുണ്ടായിരുന്നു. മൂന്നാമത്തെ ആഴ്ച ഒത്തിരി പേർക്ക് വരാൻ പറ്റത്തില്ല. ഞാൻ കൂടുന്ന സഭ കുറച്ച് ദൂരെ ആയതുകൊണ്ട് അവിടെ നിന്ന് വരണമെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടാണ്. കുറച്ച് പേര്, ദൈവദാസനും ഭാര്യയും ഞങ്ങൾ കുറച്ച് പേരുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ തൊട്ട് പ്രാർത്ഥിക്കാൻ പിടിക്കായതുകൊണ്ട് ഞാൻ എൻ്റെ ചർച്ചകളിലെല്ലാം ഞാനാണ് പ്രാർത്ഥിക്കാറുള്ളത്. അല്ല അന്യഭാഷ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. അന്ന് ഞാനാ പ്രാർത്ഥിക്കേണ്ടത്. ഞാനിങ്ങനെ അന്യഭാഷ പറഞ്ഞ് ആരാധിച്ച് പ്രാർത്ഥിക്കണം കണ്ടതുമല്ല. എൻ്റെ ഭർത്താവിന് ഇഷ്ടപ്പെടാതിരുന്നിട്ട് പറഞ്ഞു, വെറുതെ അല്ലടി നീ ക്ഷീണിച്ച് വരുന്നത്, നിന്റെ രക്തം നീ വെള്ളമാക്കിക്കൊണ്ടിരിക്കണം, നീ മേലെ നിന്റെ നാവ് തുറന്നിട്ടിരിക്കാൻ. പക്ഷെ ഞാൻ ഈ സമയം വരെ ഭർത്താവിന് വേണ്ടി ചെയ്തതെല്ലാം ഭർത്താവ് ഒന്നും കണ്ടിട്ടില്ല. ഭർത്താവ് കാണാതെയാണ് എല്ലാം കർത്താവിന് വേണ്ടി ചെയ്തത്. എല്ലാം പ്രതികൂലത്തിന്റെ നടുവിലാണ് ഞാൻ ചെയ്തത്. പിന്നെ തൊട്ട് എന്നോട് ഭയങ്കര ദേഷ്യവും അരിശവും വൈരാഗ്യവും, നീ എന്ന് പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങി അന്ന് തൊട്ട് ഇവിടെ കഷ്ടത തുടങ്ങിയതാണെന്ന് പറഞ്ഞു. പ്രതികൂലത്തിന്റെ പ്രതികൂലമാണ്. അങ്ങനെയെങ്കിലും ദൈവം എന്നെ അവിടെയും സംരക്ഷിച്ചു നിർത്തിയെങ്കിലും സ്വർഗത്തിലെ ദൈവം ആ പ്രയർ തുടങ്ങിയത് അനേകർക്ക് വേണ്ടി, അനേകരുടെ വിടുതലിന് വേണ്ടിയും ആയിരുന്നു. എന്ന പിശാചിന് അത് ഇഷ്ടപ്പെടുവോ? ആ ദേശത്ത് ആദ്യമായിട്ട് ഒരു പ്രയർ തുടങ്ങുകയാണ് ഞങ്ങളുടെ വീട്ടിൽ. അതും ഞങ്ങളൊരു അറിയപ്പെട്ട ഒരു കുടുംബമാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പഴയ പാരമ്പര്യം ഒന്നും പറയണതിലൂടെ ഞാൻ ദിവസം പാരമ്പര്യം പറയാറില്ല. ഞാൻ റോമൻ കത്തോലിക്കത്തിലായിരുന്നു. റോമൻ കത്തോലിക്കലിൽ തന്നെ കെട്ടണമെന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു. റോമൻ കത്തോലിക്കലിൽ തന്നെ ഞാൻ കല്യാണം കഴിച്ചു വന്നു. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് യാക്കോസ്ലിയനായിരുന്നു. യാക്കോസ്ലിയ എൻ്റെ തൊട്ടടുത്ത് ഒരു വിഗ്രഹമായിട്ട് ഒരു കപ്പേട ഉണ്ടായിരുന്നു. ഇതെല്ലാം എനിക്ക് നടത്തി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാലും ഭർത്താവ് എന്നെ മുന്നമേ കണ്ടിട്ടുണ്ടായിരുന്നുകൊണ്ടല്ലേ എന്നെ ദൈവം ഇതേപോലെ എല്ലാം എടുത്തത്. അപ്പോൾ അങ്ങനെയെല്ലാം ഞാൻ പോകുന്ന വ്യക്തിയായിരുന്നു. അപ്പൊ എൻ്റെ ഭർത്താവിന്റെ വീട്ടുകാരാണെങ്കിൽ ഒത്തിരി കുടുംബക്കാരും പഴയ പാരമ്പര്യം പറയാനുള്ള തറവാടിത്തമുള്ള ആൾക്കാരാണ്. അവരുടെ മധ്യത്തിലൊരു പെന്തക്കോസുകാരത്തിയായിട്ട് ഞാൻ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെയധികം നാണക്കേടാണ്. ഞാൻ അതിന് കുറ്റം പറയത്തില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇറങ്ങിക്കഴിഞ്ഞാല് ഈ സത്യം എന്തെന്നും ഈ ആ ദൈവത്തിങ്കലേക്ക് വന്ന ആ സന്തോഷം എന്തെന്നും ആത്മാവിന്റെ ആരാധനയിൽ നമ്മൾ അനുഭവിക്കുന്ന ആ സന്തോഷവും അല്ലേ. ഞാനൊക്കെ അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുമ്പോൾ നൃത്തം ചെയ്താണ് ഞങ്ങളൊക്കെ ആരാധിക്കുന്നത്. എന്ത് കഷ്ടത! ഈ ആരാധിച്ചു കഴിഞ്ഞ് എത്ര തല്ലുകൊണ്ടെന്ന് പറഞ്ഞാൽ നമുക്കതൊന്നും വിഷയമല്ല. പക്ഷേ ഈ തരുണത്തിൽ ഈ വിഷയങ്ങളെല്ലാം തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെയും ദൈവം എന്നെ പിടിച്ചു നിർത്തി, മക്കളെയും പിടിച്ചു നിർത്തി. പക്ഷേ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ദൈവം കഷ്ടപ്പാടുണ്ടെങ്കിലും പലരും ഞങ്ങളെ ചെറുതായിട്ട് സഹായിക്കുന്നത്. അതുവരെയും എനിക്ക് ആരും സഹായിക്കുന്ന ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് അങ്ങോട്ട് കൊടുക്കണമെങ്കിൽ. പക്ഷേ അതും എന്നെ ദൈവം പഠിപ്പിച്ചതാണ്. മറ്റുള്ളവരുടെ സഹായങ്ങളും നമ്മുടെ കയ്യിലിട്ട് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ കുറച്ച് കുറഞ്ഞു പോകുന്ന പോലെ നമുക്ക് തോന്നാം. അതായിരിക്കും നിങ്ങളുടെ അങ്ങനത്തെ കുറവശങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എനിക്ക് കുറച്ച് ഇങ്ങനെയുള്ള ഈഗോ പ്രോബ്ലം ഉള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ കൈ കൊണ്ട് വാങ്ങിക്കേണ്ട ഇടവരുത്തി. അങ്ങനെ ചെറുതായിട്ട് പ്രയർ തുടങ്ങി. അന്ന് ദൈവം കർത്താവ് പറഞ്ഞ പോലെ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പോസ് ലേഖനം എഴുതിയ പോലെ എന്റെ പ്രവൃത്തി ആരംഭിച്ചവൻ അവസാനത്തോളം തീർക്കുമെന്ന് ഞാൻ പൂർണ്ണമായി ഉറച്ചു വിശ്വസിച്ചെങ്കിൽ എനിക്കന്ന് എങ്ങനെ ആകുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ലെങ്കിലും ദൈവം ഒന്ന് പറഞ്ഞെങ്കിൽ അന്ന് എടുത്ത വചനം അതായിരുന്നു. ഞാൻ ആ വചനത്തെ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ വചനം പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ച് തുടങ്ങി. അന്ന് തൊട്ട് പ്രയാസങ്ങൾ ഞാൻ ഒത്തിരി അനുഭവിച്ചില്ലെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ എങ്കിലും ആ വേല ഞാൻ പ്രാർത്ഥിച്ചില്ലേ, കർത്താവേ ഈ ദേശത്തൊരു വേല വേണം. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങൾ അധികം ദേവദാസന്മാരെ വിളിച്ച് ഒത്തിരി പ്രയറുകളൊക്കെ നടത്താൻ ഇടവന്നു. ഒത്തിരി ദേവദാസന്മാരെ ദാസിമാരെ എല്ലാം ഞാൻ വിളിക്കും. എൻ്റെ കൂടെപ്പറപ്പങ്ങളെ വിളിക്കും, ചർച്ചക്കാരെ വിളിക്കും. അങ്ങനെ പ്രയർ സന്തോഷകരമായിട്ട് അതെല്ലാം ചൊവ്വാഴ്ച പ്രയറാണ്. അതിങ്ങനെ അന്ന് തുടങ്ങിയിട്ട് ഇന്ന് വരെ നിർത്തിയിട്ടില്ല. ഞാനും കൊറോണയുടെ സമയത്ത് ഞാനും എൻ്റെ കുഞ്ഞുങ്ങളായിട്ട് ഇരിക്കും. അങ്ങനെ ഇതുവരെ ആ വിശ്വസ്ത ഇന്ന് വരെ നിലനിർത്തി പോയിട്ടുണ്ട്. അതാ പറഞ്ഞത്, അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ ഞാൻ അധികത്തിൽ വിചാരണയാക്കും. നമ്മൾ അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ മാത്രം മതി. ബാക്കി കാര്യം ദൈവം ചെയ്തവരും അതുണ്ടെങ്കിലില്ലേ കഷ്ടപ്പാടില്ലെന്നില്ല. ദൈവജനത്തിന് കഷ്ടപ്പാടുണ്ട്. അതല്ലേ പറഞ്ഞത്, കർത്താവിന്റെ പിന്നാലെ വരുന്നവന് കഷ്ടപ്പാടുണ്ട്. എന്നാൽ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും കർത്താവ് അതിനെ ജയിച്ചിരിക്കുന്നു. കഷ്ടം ആദ്യം ഉണ്ടാകും, ജയം നമുക്ക് പിന്നീടാ കിട്ടുന്നത്. അങ്ങനെ എനിക്ക് ദൈവം ജയം തരുവാൻ ഇടവന്നു. ഇതിലങ്ങനെ പോയി പ്രയറിൽ കൂടി അങ്ങനെയെല്ലാം എൻ്റെ കൂടെപ്പറപ്പങ്ങൾ ഓരോരുത്തരായിട്ട് വിടുവിക്കപ്പെടാൻ ഇടവന്നു. എൻ്റെ മൂത്ത ചേച്ചിയുടെ കുഞ്ഞുങ്ങൾ വിടുവിക്കപ്പെടാൻ ഇടവന്നു.
അങ്ങനെ പലരും വിടിവിക്കപ്പെടുവാൻ ഇടവന്ന് ഞാൻ അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ സ്വർഗത്തിലെ ദൈവം അതിനിടക്ക് കഷ്ടതകൾ തന്നെന്ന് പറഞ്ഞാലും, ദൈവയുടെ എല്ലാ മരണം മുന്നിലോട്ട് വന്നെന്ന് പറഞ്ഞാലും, മരണത്തിന്റെ നീക്കുപോക്കുകൾ ദൈവത്തിനത്രയെന്ന് പറയുന്ന പോലെ മരണം വാതിൽക്കൽ വന്ന് നിന്നതാണ്. മരണം വാതിൽക്കൽ. പക്ഷെ എന്നോട് പറഞ്ഞത് ഞാൻ അനുസരിച്ചത്. അവൻ അനുസരിക്കുന്ന യാഗത്തെക്കാളും മാത്സര്യം ആഭിചാര ദോഷം പോലെയാണ്. ഞാൻ അന്ന് അനുസരിച്ചില്ലെങ്കിൽ, ഞാൻ പലപ്പോഴും ഇന്നും ചിന്തിക്കാറുണ്ട്, കർത്താവേ അന്ന് നീ എന്നോട് പറഞ്ഞത് യഹോവയ്ക്ക് പാട്ട് പാടിനും യഹോവയെ സ്തുതിപ്പിൻ, അവൻ ദരിദ്രന്റെ പ്രാണനെ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് പിടിപ്പിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയും ആ പാട്ട് പാടാതിരുന്നെങ്കിൽ എന്റെ മോൻ സൗഖ്യമായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മോൻ മരിച്ചാൽ സ്വർഗത്തിൽ പോകും. അതെനിക്ക് നല്ല ഉറപ്പാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ചെറുപ്പം മുതലേ നിഷ്കളങ്ക മകനായിരുന്നു. കൂട്ടുകാരോ കത്തോലിക്കൽ വെച്ചുമില്ല. ദൈവസന്നിധിയിൽ വന്നിട്ട് ഇന്നും കാര്യമായിട്ട് കൂട്ടുകൂടാനോ കൂട്ടിലോ പോകത്തില്ല. അങ്ങനെ പോകുന്ന ഒരു മാന്യ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന എനിക്കറിയാം. പക്ഷേ എന്റെ കാര്യങ്ങൾ കഷ്ടത്തിലാവും. അത് ദൈവത്തിനും അറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അനുസരിച്ചു. അതുകൊണ്ടാണ് ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എനിക്കൊന്നു പറയുവാനേ ഉള്ളൂ. ദൈവസ്ഥലത്തിൽ വന്നാൽ എല്ലാം പട്ടുമെത്തയൊന്നുമല്ല. ചില ആൾക്കാർക്ക് പട്ടുമെത്തയുണ്ട്, എന്നാൽ ചില ആൾക്കാർക്ക് കഷ്ടത്തിന്റെ വരവും തന്നിട്ടുണ്ട്. എനിക്ക് കഷ്ടത്തിന്റെ വരമാണ് തന്നത്. എന്നാൽ ഞാൻ ആ കഷ്ടതയില് എന്റെ കർത്താവിനെ സ്തുതിക്കുമ്പോൾ എന്റെ കർത്താവ് ഇറങ്ങി വന്ന് എന്റെ ജീവിതത്തിൽ പലതും ചെയ്തു തന്നിട്ടുണ്ട്. നന്മകൾ ചെയ്തേ തന്നിട്ടുള്ളൂ. തിന്മയ്ക്കായിട്ട് ദൈവം ഒരിക്കലും എനിക്ക് ദോഷം ചെയ്ത് തന്നിട്ടില്ല. ആ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്താനാണ്. എന്റെ കർത്താവ് ജീവിക്കുന്ന കർത്താവാണ്. ഹല്ലേലൂയ. അവൻ ഒരിക്കലും മരിച്ചു പോയിട്ടില്ല. ലാസറെ ഉയർപ്പിച്ചെങ്കിൽ ഇന്ന് ചിന്തിക്കും, അന്ന് ലാസറെ ഉയർപ്പിച്ച് ഇന്ന് കർത്താവിന് ഉയർപ്പിക്കാൻ പറ്റത്തില്ലെന്നൊന്നും നമ്മൾ ചിന്തിക്കണ്ട. കർത്താവ് ഉയർപ്പിക്കും. ആ ലാസർ ഉയർപ്പിച്ച പോലെ തന്നെയാണ്. അല്ലെങ്കിൽ ശവക്കോട്ടെ കൊണ്ട് വെച്ചില്ലെന്നും മാത്രമേ ഉള്ളൂ. ബാക്കി ഒരു ജീവൻ വെച്ച്, അത് എന്റെ വിശ്വാസത്തിൽ മരിച്ചു പോയി കഴിയുമ്പോൾ എന്റെ സമനില തെറ്റുമെന്ന് ദൈവത്തിന് അറിയാമായിരിക്കും. ദൈവത്തിന് എല്ലാം അറിയാലോ. അതുകൊണ്ട് ഒരു അല്പശ്വാസം ദൈവം വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ദൈവം അവിടെ എല്ലാം എന്റെ കഴിവോ മിടുക്കോ ഒന്നുമല്ല. എന്നോട് ദൈവം പറഞ്ഞത് ഞാൻ ചെയ്തു. അല്ലേ? അതിന്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഇരമ്യാവിന്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. നാം അവനെ തോൽപ്പിച്ചു, അവനോട് പക വീട്ടുവാൻ തക്കവണ്ണം അവനെ വശത്താക്ക എന്ന് എന്റെ വീഴ്ചയ്ക്ക് കാത്തിരിക്കുന്നവരായ എന്റെ ചങ്ങാതിമാരൊക്കെയും, ഹല്ലേലൂയ, ചങ്ങാതിമാരൊക്കെയും പറയുന്നു. അപ്പോൾ നമ്മുടെ വീഴ്ച വന്നിട്ട് വേണം നമ്മളെ എങ്ങനെയെങ്കിലും പൊക്കിക്കൊണ്ടുപോകാൻ. വന്ന് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ, എൻ്റെ അമ്മയുടെ അല്ല, ചേട്ടൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മകൻ അച്ഛനുണ്ട്. അച്ഛൻ ഉടനെ ഇതെല്ലാം കേട്ട് ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, ഷിജോ, ഇനി നീ എന്താ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്? നിന്നെ രക്ഷിച്ചില്ലേ? നീ രക്ഷപ്പെട്ടില്ലേ? അതുകൊണ്ട് ഇനി എന്താ തീരുമാനിച്ചിരിക്കുന്നത്? എന്താ അച്ഛനാകാൻ പോകാനാണ് വിളിക്കാൻ വന്നത്. അപ്പൊ എനിക്ക് അത് മനസ്സിലായി. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു, ഞാൻ പറയുന്നത് എനിക്ക് കൂടിപ്പോയതാണോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. അച്ഛനാണെന്നൊന്നും ഞാൻ നോക്കാൻ പോയില്ല. ഞാൻ പറഞ്ഞു, എന്റെ പോളച്ച, എന്റെ മോൻ ഇനി പറയാൻ പോകുന്നു ജീവന്റെ സാക്ഷ്യമാണ്. എന്റെ കർത്താവ് ജീവിക്കുന്നു എന്നും എന്റെ കർത്താവ് വിടുവിക്കുന്ന ദൈവമാണെന്നും പറയുവാനാണ് അവൻ അങ്ങനെ അനുഭവത്തിൽ കൂടി കടത്തിക്കൊണ്ടുപോയത്. അവനെ ഈ കഷ്ടത്തിൽ കൂടി കൊണ്ടുപോയത്. പക്ഷെ കേട്ട ഉടനെ എന്നോട് പറഞ്ഞത് എന്താന്ന് പറയുമോ? അച്ഛൻ, എടി അഹങ്കാരി എന്നാ എന്നോട് പറഞ്ഞു. അപ്പോ അവരുടെ ആഗ്രഹം ഇതായിരുന്നു. പക്ഷെ ദൈവം അവിടെ എല്ലാം അത്ഭുതകരമായി, അതിശയകരമായി എന്റെ ദൈവം വഴി നടത്തി. എന്റെ 2 ചേച്ചിമാര്, എന്റെ മൂത്ത ചേച്ചി ക്യാൻസർ വന്നാണ് മരിച്ചത്. ചേച്ചി 10 കൊല്ലം ഒത്തിരി രോഗങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങളുടെ എല്ലാം ഈ സാക്ഷ്യം കേട്ട് ഒത്തിരി നാൾ ട്രീറ്റ്മെന്റ് ചെയ്യാതിരുന്നെങ്കിലും ചേച്ചിക്ക് പെട്ടെന്നൊരു ക്യാൻസർ വന്ന് പെട്ടെന്ന് മരിക്കാനിട വന്നു. എന്നാലും ദൈവസന്നിധിയിൽ ചേച്ചി സന്തോഷത്തോടെ ചെറിയ മരണമല്ല, ദൈവം എന്റെ വീട്ടിൽ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ആരാധിക്കുമ്പോഴാണ് ചേച്ചി മരിച്ചത്. ആ മരണത്തോടുകൂടി എനിക്ക് മരണത്തെ ഭയമില്ലാതെയായി തീർന്നു. ചെന്നെങ്കിൽ ചേച്ചി വയ്യാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നിട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പൊ എപ്പോഴും ചേച്ചിക്ക് വേദന വരുമ്പോൾ ഞങ്ങൾ ആരാധിക്കുമ്പോൾ ചേച്ചിക്ക് വേദന മാറും. ആ വേദനയാണെന്ന് ഓർത്ത് ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്നു. പക്ഷെ കണ്ണിങ്ങനെ ഒന്ന് മറിഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാതെ തന്നെ ചേച്ചി മരിച്ചുപോയി. 2ാം ചേച്ചി ഇതേപോലെ, ചേച്ചിക്കും ഒരു സാക്ഷ്യമുണ്ട്. ചേച്ചി ശ്വാസം മുട്ടലോടുകൂടിയാണ്. ദൈവസേന വന്യം ശ്വാസം മുട്ടലുണ്ടായിരുന്നില്ല, എങ്കിലും ദൈവസേന വരാൻ വളരെയധികം മടിപ്പൊക്കെ കാണിച്ചുകൊണ്ട് ദൈവം കൊടുത്ത ഒരു ശൂലമായിരിക്കാം, കൊടുത്തു. അങ്ങനെ ദൈവസേനയിൽ കടന്നു വന്നു. എന്നാൽ ചേച്ചി വന്നേ പിന്നെ ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കേണ്ടി വന്നിട്ടില്ല. 10-15 വർഷക്കാലം ചേച്ചി ട്രീറ്റ്മെന്റ് ഇല്ലാതെ ജീവിച്ചു. പിന്നെ ചേച്ചിക്ക് ഈ ശ്വാസം മുട്ടൽ, അപ്പൊ ദൈവാത്മാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നിൽ കൂടി തന്നെയാണ് പറഞ്ഞത്,
ഹിസ്കിയാവിന് ജീവൻ നീട്ടിക്കൊടുത്തതുപോലെ നിനക്ക് നീട്ടി തന്നില്ല. ഒരു 15 വർഷം കഴിഞ്ഞപ്പോൾ 15 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെയും ചേച്ചിക്ക് ശ്വാസം മുട്ടലോടുകൂടി കടന്നു വരാൻ ഇട വന്നു. 2 വർഷത്തോളം ജീവിച്ചു. അത് ഹോസ്പിറ്റലുമായിട്ട് തന്നെ ജീവിച്ചത്. പിന്നെ മരിച്ചു പോകാൻ ഇട വന്നു. ചേച്ചിയും സ്വർഗത്തിലുണ്ട്. ചേച്ചിയും നേരോടെ ദൈവസന്നിധിയില് നീതിയോടെ ജീവിച്ച ഒരു വ്യക്തിത്വമാണ്. അങ്ങനെ പല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തില്, അതുപോലെ എൻ്റെ മോളുടെ വിവാഹത്തില് എൻ്റെ ചേട്ടൻ്റെ വീട്ടുകാരും വന്നില്ല. എൻ്റെ വീട്ടുകാർ കുറച്ചുകൂടി, എൻ്റെ ചേട്ടൻ്റെ സ്വന്തം ചേട്ടനിയന്മാർ മാത്രം വന്ന്, അല്ലാതെ ചിറ്റപ്പൻ്റെ മക്കളാരും വന്നില്ല. എന്നാൽ മകള് ഒരു പഴയ പെന്തക്കോസുകാര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാര്യാപുരം, പത്തനംതിട്ട വാര്യാപുരം യോനാച്ചായന്റെ ഒരു കുടുംബത്തിൽ നിന്നാണ് എൻ്റെ മോൾക്ക് വിവാഹം വന്നത്. പഴയ കുടുംബക്കാരാണ് എന്ന് പറഞ്ഞാലും, എനിക്ക് പഴയ കുടുംബക്കാരെന്ന് പറഞ്ഞാലും നല്ലൊരു ആത്മീയനല്ല എൻ്റെ മകൻ. എന്നാൽ എൻ്റെ മോള് നല്ല കുഞ്ഞാണ്. എങ്കിലും സ്വർഗത്തിലെ ദൈവം, അവിടെയും ദൈവം അയച്ചതിന് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ടാകും. അപ്പോഴും ദൈവം സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുക, പറയും എന്നെയും ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരിക്കലേ എന്നൊക്കെ ചെറുപ്പത്തിലെ പ്രാർത്ഥിക്കും. അതുകൊണ്ടായിരിക്കും അവിടെ ചെന്ന് ദൈവമായിട്ട് ബന്ധപ്പെട്ട് അവരായിട്ട് ചേർന്ന് അവിടെ ഒരു ആത്മീയ വർധനവിന് കാരണമാകാനായിരിക്കും ദൈവം അവിടെ അയച്ചത്. എങ്കിലും എൻ്റെ മോനും മരുമോളും എന്ന് പറഞ്ഞാൽ, ആ മരുമോളാണെങ്കിലും നല്ല ആത്മീയതയാണ്. മോനും മരുമോളും കുഞ്ഞുങ്ങളും ആത്മീയപരമായിട്ടാണ് കടന്നു പോകുന്നത്, സന്തോഷപരമായിട്ടാണ് കടന്നു പോകുന്നത്. ഞാൻ വിചാരിച്ചു എൻ്റെ മോൻ എങ്ങനെ ഒരു വിവാഹം നടക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു വലിയ സാക്ഷി ഇരിക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഡയാലിസിസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കിഡ്നി അടിച്ചു പോയെന്നാണ് അർത്ഥം. ഇത് പറയാതെ ഒരിക്കലും നമുക്ക് വിവാഹം നടത്താൻ പറ്റത്തില്ല. അവനെല്ലാം പറഞ്ഞു തന്നെ വിവാഹം നടന്നു. എന്നാൽ ദൈവം ഒരുക്കിയിട്ടൊരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരുത്തന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലെന്ന് അറിഞ്ഞു ചെയ്ത വചനപ്രകാരം തന്നെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച, നമ്മുടെ ചോദിച്ചതിലും നിലച്ചതിലും അത്യുത്തരമായി തന്നെ ദൈവം തന്നു. നല്ലൊരു കുഞ്ഞിനെ തരുവാനും, ബീഫാമാണ് പഠിച്ചു പാസ്സായ കുഞ്ഞ്, ആ കുഞ്ഞിനെ തരുവാനും ഇടവന്നു. അവളും നല്ല ആത്മീയതയാണ്. അതുകൊണ്ടായിരിക്കാം ഞാൻ പറഞ്ഞ പോലെ ബോങ്കയുടെ പുസ്തകം വായിച്ച് ഒരു സുവിശേഷ പ്രവർത്തനം, ഒരു ദൈവ സഭ നടത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചെങ്കിലും എൻ്റെ കഷ്ടതയുടെ നടുവിലും പ്രതികൂലത്തിന്റെ നടുവിലും അവസാനം ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവേ, എനിക്ക് ഇനി ഒരു സഭയും വേണ്ട, ഞാൻ ഏതെങ്കിലും ഒരു സഭയിൽ പോയി ആരാധിച്ചത്, അതാ എനിക്ക് സന്തോഷം. ഇനി ഒരു ചർച്ച ഇട്ടാലും അതിന്റെ പിന്നിലും കഷ്ടതകളും വേദനകളും ഉണ്ടാവും. ഭർത്താവാണെങ്കിലും അത്ര വലിയ ആത്മീയനല്ല, നേരെ നമുക്കൊരു കൈത്താങ്ങിൽ തരുന്ന മനുഷ്യനല്ല. അതുകൊണ്ട് എൻ്റെ മോൻ എനിക്ക് അനുകൂലമാണ്. എങ്കിലും ഞങ്ങൾ അതിനും പടവെട്ടേണ്ടി വരും. പക്ഷെ ദൈവം പലരിൽ കൂടി ആലോചന പറഞ്ഞു, ഇവിടെ ഒരു ചർച്ച വേണം, ഇവിടെ തുടങ്ങിയേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവം അതിനായി കണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അതാ പറഞ്ഞ, ദൈവം ഒരുവന്റെ ഹൃദയത്തിലെ തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം സാധിപ്പിക്കും. ഇല്ലേ, ഞാൻ ഹൃദയത്തിൽ ആഗ്രഹിച്ചു എനിക്കിവിടെ ഒരു ചർച്ച വേണം. എന്നാൽ അവസാനം ഞാൻ പറഞ്ഞു, വേണ്ട കർത്താവേ എന്ന് പറഞ്ഞു. എന്നാൽ ആ ഭക്തന്റെ ഹൃദയത്തിൽ ആഗ്രഹം സാധിപ്പിച്ച പോലെ ഞങ്ങളെ കൊണ്ടൊരു ഹോള് പണിയിപ്പിച്ചു. എൻ്റെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെയാണ്. ഞങ്ങളൊന്നും നോക്കിയില്ല. ആ ഹോള് ചെറിയ ഫ്രണ്ട് നല്ല മിറ്റവും നല്ല സൗകര്യവും നല്ല ഭംഗിയായി. ഞങ്ങൾക്ക് നല്ലൊരു മാവ്, നല്ല ഒരു ഞങ്ങൾക്ക് നല്ല അനുഭവം തന്നെ ഒരു മാവുണ്ടായിരുന്നു. ഞങ്ങൾ ദൈവം പറഞ്ഞ ആലോചന അനുസരിച്ച് ആ മാവ് വെട്ടിക്കളഞ്ഞു അവിടെ ഒരു ഹോള് പണിയാൻ ഇട വന്നു. എൻ്റെ മോൻ തന്നെ അത് പണിയുവാൻ ഇട വന്നു. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞതുപോലെ ദാവീദ് ആലയം പണിയാൻ ആഗ്രഹിച്ചെങ്കിലും അത് മകനെ കൊണ്ട് പണിയിപ്പിച്ച പോലെ തന്നെ എൻ്റെ മകൻ പണിതു. അങ്ങനെ അവൻ ദൈവവേലയോട് കൂടി തന്നെ, ചെറിയ ഭാര്യയാണെങ്കിലും ദൈവവേലക്ക് കൈത്താങ്ങലുള്ളതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. എങ്കിലും നമ്മൾ അവനെ കൊണ്ട് ബൈബിൾ കോളേജിൽ പോയി നന്നായിട്ടുള്ള ഒരു ഇതൊന്നും ചെയ്യാത്തോണ്ട് ഒത്തിരി ബൈബിൾ അറിയില്ല എങ്കിലും കറക്റ്റ് എനിക്ക് തന്നെ തോന്നിയിട്ടില്ല. അപ്പൊ അവനത് ചെയ്യാൻ നല്ല മനസ്സില്ലാത്തതുകൊണ്ട് ബൈബിൾ കോളേജിൽ പോയില്ല. ദൈവം ഒരു ആലോചന പറഞ്ഞിട്ടുണ്ട്, പൂർണ്ണമായും ദൈവം ശക്തമായി നിന്നോട് സംസാരിച്ചു കഴിയുമ്പോൾ നീ അതിനെ ഒരുക്കപ്പെടുക. അല്ലാതെ നമ്മുടെ അടുത്ത് ചാടി പോയിട്ട് പിന്നെ നമുക്ക് കഷ്ടം വന്നിട്ട് നിൽക്കാൻ ചെറിയ ദേശത്തുനിന്ന് ആരും തന്നെ ദൈവസേനയിൽ വന്നിട്ടില്ല. എൻ്റെ വീട്ടുകാരെല്ലാം ഇന്നും കത്തോലിക്കയിൽ നിൽക്കുന്നു. ഞങ്ങൾ ഈ ചർച്ച് തുടങ്ങിയിട്ട് തന്നെ അവര് ഞങ്ങൾക്ക് പ്രതികൂലമാണ്. ഈ ചർച്ച് തുടങ്ങുന്ന ആ മാസത്തിൽ തന്നെ കല്ലിട്ട് ആ മാസത്തിൽ തന്നെ എൻ്റെ മോന് രണ്ടാമതൊരു കുഞ്ഞു ജനിപ്പാനിട വന്നു. പക്ഷെ എങ്കിലും പ്രതികൂലത്തിന്റെ നടുവിലും അനുകൂലമായ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ, ഇവൻ ഞങ്ങളെ അങ്ങനെ ഞങ്ങളെ പിടിച്ചു നിർത്തി കൊണ്ടുപോയാണ്. പല ദൈവാസന്മാരെ ആലോചന പറഞ്ഞു, ഒത്തിരി പ്രതികൂലങ്ങൾ നിങ്ങളുടെ മുൻപിലോട്ട് വരുന്നുണ്ടെങ്കിലും നിങ്ങളെ ആരാധനയുടെ മധ്യത്തിലാണ് നിങ്ങളെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ഇല്ലേ, കർത്താവ് തദ്രക്കും മേശക്കാബേദൊക്കെ എല്ലാം തീച്ചൂളയിൽ നിന്ന് ആരാധിച്ച്, ആ തീച്ചൂള നമുക്കുണ്ട്, തീച്ചൂള ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല. തീച്ചൂളയിലും ആ നാലാമനായി എൻ്റെ കർത്താവ് നമ്മോട് കൂടെ നിന്നുകൊണ്ട് ദൈവം ഞങ്ങളെ ആരാധിപ്പിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടും ദൈവത്തിന്റെ സാക്ഷികളായി ഞങ്ങൾ നിർത്തുകയാണ്. ഞാനിപ്പോൾ എന്നോട് പ്രാർത്ഥിക്കാൻ പറയുന്നവർക്ക് വേണ്ടി ഞാൻ ഫോണിൽ കൂടി പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ഞാൻ
പറ്റാവുന്നവരുടെ ഭവനത്തിൽ ചെന്ന് അവർക്ക് വേണ്ട ഹെൽപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് മനം തകർന്നിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവര് ബലമില്ലാതെ ഇരിക്കുകയാണെങ്കിൽ അവരോട് സുവിശേഷം പറഞ്ഞും സാക്ഷ്യം പറഞ്ഞും ഞാൻ ബലപ്പെടുത്തുവാനെല്ലാം എനിക്ക് കൃപ തരുന്നു. ഞങ്ങളുടെ ആരാധന ഞങ്ങളുടെ പോകുന്ന ഒരു ദേവാസനും കുടുംബവും ഞങ്ങളുടെ അവിടെ വന്നിരുന്ന് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. ചില ആരാധിക്കാൻ ആരാധനയിൽ സപ്പോർട്ട്, അങ്ങനെ ഒരു സപ്പോർട്ട്. അല്ലാത്ത സപ്പോർട്ടൊന്നും നമുക്ക് കുറച്ച് പേര്, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വന്നവർ കുറച്ച് പേരാണ് ആദ്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഞങ്ങൾ ദേശത്തുനിന്ന് അനേക ജീവിതങ്ങൾ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ കുടുംബക്കാരാണ്. എൻ്റെ ചേച്ചിയുടെ കുടുംബത്തിൽ നിന്ന് ചേച്ചിയുടെ മോളും കുടുംബവും, എൻ്റെ അനിയത്തിയും കുടുംബവും, അങ്ങനെ വേറെ കുടുംബം, അങ്ങനെയുള്ള 2-3 കുടുംബക്കാരാണ് നമുക്ക് സപ്പോർട്ട് ചെയ്ത് നമ്മളുമായിട്ട് ലിങ്ക് ചെയ്ത് എൻ്റെ മോന് വരുമാനത്തിൽ നിന്ന് എല്ലാം ചെയ്ത് എന്തോന്നാ പറഞ്ഞത്, കുറച്ച് വലിയ ഒരു പ്രവർത്തനമായിട്ടൊന്നും അല്ല ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്, ചെറിയ ഒരു പ്രവർത്തനമായിട്ട്. അത് ദൈവം വിശാലതയിലേക്ക് കൊണ്ടുവരട്ടെ. ആ ദേശത്ത് നിന്ന് അനേക ജീവിതങ്ങൾ കടന്നു വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം വരുത്തും. ദൈവം, ഞാൻ പറഞ്ഞില്ലേ, ദൈവം ഇപ്പൊ എന്നോട് എൻ്റെ മകന്റെ അടുത്തോട്ട് പോകാൻ പറഞ്ഞു, പോയി. ദൈവം അത്ഭുതം പ്രവർത്തിച്ച്. നമ്മൾ പോകാൻ പറയുമ്പോ പോവുക, വരാൻ പറയുമ്പോ വരിക, ചെയ്യാൻ പറയുമ്പോ ചെയ്യുക. അത് ചെയ്തു കഴിഞ്ഞാൽ ദൈവം എല്ലാം ഓക്കേക്ക് തരും. ഇതുവരെ എന്നെ അങ്ങനെയാണ് അത്ഭുതകരമായി എന്നെ വഴി നടത്തിയത്. എൻ്റെ അമ്മ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ടാണ്, വളരെയധികം എതിർപ്പുണ്ടായിരുന്നെങ്കിലും സ്നാനപ്പെട്ടിട്ടാണ് മരിച്ചത്. എൻ്റെ അപ്പൻ സ്നാനപ്പെടുന്നുണ്ടായിരുന്നില്ല, ഞങ്ങളോട് ഭയങ്കര ഗർവായി. എങ്കിലും ഞാൻ എൻ്റെ ഹൃദയം നുറുങ്ങി കരഞ്ഞു പ്രാർത്ഥിച്ച് ഒരടയാളം വെച്ചു. കർത്താവേ, ഒരു ദൈവമേ, അവസാന നിമിഷമെങ്കിലും കള്ളനെ പോലെയെങ്കിലും രക്ഷപ്പെടാൻ ഇടവരണേന്ന്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അപ്പൻ സത്യസന്ധനായി നീതിമാനായിരുന്നു, ഒരു കള്ളത്തരയില്ലാത്ത മനുഷ്യരായിരുന്നു. വിഗ്രഹത്തിൽ നിന്ന് ആരാധിക്കാൻ പോകാറില്ല, പക്ഷെ പള്ളി വിട്ടു പോകരുത്. ഈ പെന്തക്കോസുകാരോട് ഇഷ്ടമില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാൻ അടയാളവും വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പനോട് അവസാന നിമിഷം അപ്പനെ ശുശ്രൂഷിപ്പാൻ ഇടവന്നു. ആ രാത്രി നല്ല ഓർമ്മയായിരുന്നു. അവസാനം വരെ 90-ാമത്തെ വയസ്സിൽ എൻ്റെ അപ്പൻ മരിച്ചത്. എൻ്റെ അമ്മ മരിച്ചത് 79-ാമത്തെ വയസ്സിൽ. അപ്പൊ അമ്മ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങള് പെൺമക്കള് രാത്രി വന്ന അപ്പനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വരും. അസ്വസ്ഥകൾ ഉണ്ടാവുമല്ലോ, ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ. എല്ലാം ഞങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിക്കണ്ടല്ലോ എന്ന് ഞങ്ങളൊന്ന് സഹായിക്കാനും ഇതാക്കും. ആ സഹായിക്കുന്ന സമയത്ത് ഒരു രാത്രി ഞാൻ അപ്പനോട് സത്യസുവിശേഷം പറയുകയും ഞാൻ പറഞ്ഞ്, എൻ്റെ അമ്മ പോയ സ്ഥലത്തും അപ്പന് പോകണം, ചേച്ചി പോയ സ്ഥലത്തും അപ്പന് പോകണം. അപ്പൊ തല ആട്ടി പറഞ്ഞ് അപ്പൻ ഹൃദയം തുടങ്ങി ഈ എല്ലാം ഏറ്റു പറയാൻ പറഞ്ഞു. പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞു, നിരപ്പ് പ്രാപിച്ച് അങ്ങനെ ഒരു കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം അപ്പൻ അസുഖം കൂടി, ബോധക്കേടായി. അപ്പൻ അവസാന നിമിഷം ഞാനൊരു അടയാളം വെച്ചു. കർത്താവേ, ഞാനൊരു അടയാളം വെക്കണം, എൻ്റെ അപ്പൻ സ്വർഗത്തിൽ പോകുമോ ഇല്ലയോ എന്ന് ഞാൻ ദൈവത്തിന്റെ അടയാളം വെക്കുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്കത് മനസ്സിലാക്കണം. വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് ഹൃദയത്തില്, നമ്മളെ അറിയില്ലല്ലോ അവരെവിടെയാണ് പോകുന്നത് ഇല്ലെന്നൊന്നും. അപ്പൊ ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു അടയാളം ഇങ്ങനെയാണ്, എൻ്റെ അപ്പൻ ഈ മരിക്കുന്നത് വരെ ഇവിടെ അച്ഛനോ ആരോ വന്ന് ഈ അവസാന ശുശ്രൂഷ കൊടുക്കലുണ്ടല്ലോ, അന്ത്യ ശുശ്രൂഷ, അതിന് വരരുത്. പിന്നെ ഞാൻ അപ്പൻ്റെ അടുത്ത് ഇരുന്ന് അതിനെ മരിക്കണം. എനിക്ക് മരിക്കുന്നത് കാണുന്ന പേടിയായിരുന്നു. പക്ഷെ എൻ്റെ ചേച്ചിയുടെ മരണമെല്ലാം ഞാൻ കണ്ടതുകൊണ്ട് എനിക്ക് ആ പേടിയെല്ലാം പോയി. ഞാൻ പറഞ്ഞു, ഞാൻ അരികത്ത് വേണം. പക്ഷെ അടയാളത്തോടുകൂടി തന്നെ അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ അന്ന് വന്നില്ല, പിറ്റേ ദിവസം വരാം. അന്ന് പോകുമെന്നും അച്ഛനും തീരുമാനിച്ചില്ല, വീട്ടുകാരും തീരുമാനിച്ചു. ഒരു 8 മണി കഴിഞ്ഞപ്പോൾ അസുഖം കൂടി. ഞാൻ അരികത്തിരുന്ന് വീട്ടിൽ ചെന്നിരുന്ന് യേശുവേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കൊടുത്ത് അങ്ങനെ പറഞ്ഞ അപ്പം മരിച്ചത്. അതുകൊണ്ട് അവർ രണ്ടുപേരും സ്വർഗത്തിൽ പോയി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ എൻ്റെ ചേട്ടൻ്റെ അപ്പനും അമ്മേനെയാണെങ്കിലും അതെ, അവസാന നിമിഷങ്ങളിൽ എനിക്ക് ശുശ്രൂഷിപ്പാൻ കൃപ തന്നു. അവരാരും സ്നാനപ്പെട്ടൊന്നുമില്ല, എങ്കിലും രക്ഷാവാചകം ചൊല്ലിക്കൊടുത്ത് പാപങ്ങളെ ഏറ്റു പറയണം, സത്യം ഇതാണ്. അപ്പനെന്ന് പറഞ്ഞത്, എൻ്റെ അമ്മായിപ്പനെന്ന് പറയുന്നത് ആരെ പുണ്യാണന്മാരെ, അതല്ല എൻ്റെ അപ്പനെ പോലെ തന്നെ അമ്മേനോടും അതുപോലെ അവസാന നിമിഷം പറയാൻ. അമ്മയും എൻ്റെ മുമ്പിൽ കിടന്ന് ഞാൻ നിൽക്കാതെയാണ് അതൊരടയാളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കാണണം, കർത്താവെ അമ്മേനെ രക്ഷയിലോട്ടണം. എൻ്റെ മുമ്പിൽ ഇരുന്നതിനാണ് അമ്മ സ്തോത്രം പറഞ്ഞു, രക്ഷിക്കണേ എന്ന് പറഞ്ഞു കടന്നു പോകാൻ ഇടവന്നത്. അങ്ങനെ ഞാൻ എൻ്റെ അപ്പനെയും അമ്മേനെയും അതുപോലെ നോക്കി. എൻ്റെ അമ്മായിയപ്പനും അമ്മായിനും എൻ്റെ ആഗ്രഹമായിരുന്നു അവരെല്ലാം
പക്ഷെ യഥാർത്ഥമായ രക്ഷയിലോട്ട് കടന്നു വരാൻ സാധിച്ചില്ലെങ്കിലും അവസാന സ്റ്റേജിലെങ്കിലും ഈ സത്യവിശേഷം പറയുവാൻ, ഈ വചനം പറഞ്ഞ് അവരെ ബലപ്പെടുത്തുവാനും, സത്യം ഇതാണെന്ന് പറയുവാനും, യേശുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറയുവാനും എല്ലാം ദൈവം ഇടവരുത്തി എന്നെ അങ്ങനെ ഇത്രത്തോളം എന്നെ സഹായിച്ചുകൊണ്ട് പോകുന്നു. ഇനിയും സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇത്രത്തോളം എനിക്ക് സാക്ഷ്യം പറയാൻ കൃപ തന്ന ദൈവത്തിന് ഞാൻ 1000 നന്ദി പറയുകയാണ്. അതൊരിക്കെ പറഞ്ഞ സാക്ഷ്യമാണ്, എന്നോട് പറഞ്ഞ ദൂതാണ്. 1000ങ്ങളുടെ മുമ്പിൽ നീ സാക്ഷ്യം പറയുന്നു. അത് അരോമ ടിവിയിൽ കൂടി തന്നെ പറയുവാൻ ദൈവം എനിക്ക് ഇടവരുത്തി. അതിന് ദേവദാസന് ഞാൻ നന്ദി പറയുന്നു. ഈ അരോമ ടിവിയിൽ കൂടി കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറയുന്നു. ഇനിയും അരോമ ടിവിയും ഈ പ്രവർത്തനത്തെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷ്യം ചുരുക്കുന്നു. ഇനിയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ തിരുസന്നിധിയിലിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. പ്രിയ കർത്താവിൻ്റെ ദാസി തൻ്റെ ജീവിതാനുഭവങ്ങൾ, കടന്നു വന്നതായ ആ ദുരിത ദുഃഖങ്ങളുടെ പാതകളും വേദന കല്ലും മുള്ളും നിറഞ്ഞതായ ആ പിന്നിട്ട പാതകൾ, അതിതീവ്രമായ ചില അനുഭവങ്ങൾ ഒക്കെ കണ്ടും കേട്ടും അത് ജീവിതത്തിൽ ഉണങ്ങാത്ത മുറിവുകളായി പലതും ഇന്നും ശേഷിക്കുമ്പോൾ അതിൻ്റെ നടുവിലും ആശ്വസിപ്പിക്കുന്ന ആശ്വാസദായകനായ കർത്താവിനെ ആശ്രയം വെച്ചുകൊണ്ട് ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നു എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് മകനെക്കുറിച്ചുള്ള സാക്ഷ്യം, മകൻ്റെ അത്ഭുതകരമായ വിടുതൽ, ദൈവം മകൻ്റെ ജീവിതത്തിൽ ചെയ്തതായ ദൈവപ്രവർത്തികളെ കുറിച്ച് പങ്കുവയ്ക്കുവാൻ ഇടയായി തീർന്നു. കർത്താവിൻ്റെ ദാസിയെ, കുടുംബത്തെ, എല്ലാവരെയും കർത്താവ് ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് പൂർണ്ണമായി വരുവാൻ ദൈവ അവസരങ്ങൾ ഒരുക്കട്ടെ എന്നും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യപ്രേക്ഷകരെ, നിങ്ങൾക്കും ഇതുപോലെയുള്ള അസമാനതകളായ അല്ലെങ്കിൽ സമാനതകളല്ലാത്ത അതിനേക്കാൾ കൂടുതലും കുറവുള്ളതായ പല അനുഭവങ്ങളൊക്കെ ഒരുപക്ഷെങ്കിൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഉണ്ടായിരിക്കാം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് നമ്മെ രക്ഷിപ്പാൻ കഴിയും. ചിലപ്പോൾ ഒരു കുടുംബത്തെ ആയിരിക്കാം, ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കാം, ഒരു കുടുംബത്തിൽ നിന്നൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ദേശത്ത് നിന്നൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു കുടുംബത്തെ ആയിരിക്കാം ദൈവത്തിന് തിരഞ്ഞെടുക്കുവാൻ പദ്ധതിയുള്ളത്. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം, പ്രാർത്ഥിക്കാം. ദൈവനാമം അതിലൂടെ മഹിമപ്പെടുവാൻ ഇടയായി തീരുമാറാകട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ആഗ്രഹമാക്കി നാം പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ അരോമ ടിവിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പ്രിയ കർത്താവിൻ്റെ ദാസി ഒരു നിമിഷം പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കും. സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. ഇത്രത്തോളം എനിക്ക് സാക്ഷ്യം പറയാൻ കൃപ തന്ന ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. കർത്താവേ, നിന്റെ ദാസനെ ഒരിക്കൽ കൂടി ഞാൻ ഏൽപ്പിക്കുന്നു. ഈ പ്രവർത്തനത്തിനായി ഞാൻ നന്ദി പറയുന്നു കർത്താവേ. ഒരിക്കലും ഈ നീരുറവ വറ്റി പോവരുത് കർത്താവേ. വറ്റാത്തൊരു നീരുറവായി ഇത് ഒഴുകട്ടെ കർത്താവേ. അനേകരി ഇതിൽ നിന്നും ജലം കുടിച്ച് ആശ്വസിക്കട്ടെ കർത്താവേ. അതിനായിട്ടാണല്ലോ നിന്റെ ദാസനെ കണ്ടിരിക്കുന്നത് കർത്താവേ. നീ അങ്ങനെ കർത്താവേ ഹല്ലേലൂയ തരപ്പെടുത്തിയിരിക്കാൻ സ്തോത്രം ചെയ്യാണ് കർത്താവേ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി ഞാൻ നന്ദി പറയുന്നു. അപ്പ നിന്റെ ദാസനെയും ദാസിയെയും കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. നിന്റെ മക്കളെ പൂർണ്ണമായി ഏൽപ്പിച്ചു തരുന്നു. കർത്താവിന്റെ നാമത്തിന് വേണ്ടി പിന്നെയും കർത്താവിന് വേണ്ടി ഓടുവാൻ, കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ പിന്നെയും മുഖാന്തരങ്ങൾ കൂടി ഒരുക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കേൾക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമേ, എന്റെ സാക്ഷ്യം അനേകർക്ക് വിടുതലാകണം. കേൾക്കുന്ന എല്ലാ സാക്ഷ്യങ്ങളും അനേകർക്ക് വിടുതലാകണം. കർത്താവെ, എന്റെ കർത്താവിനെ കണ്ടുമുട്ടിയതുകൊണ്ട് ആരും ലജ്ജിച്ചു പോയില്ല. അവങ്കിലേക്ക് നോക്കൽ പ്രകാശിതായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയിട്ട് ഈ എളിയവനെ വിളിച്ച ഹോവ കേട്ടു എന്ന് പറയത്തക്ക ദൈവത്തിന്റെ കലവറ തുറന്ന് എല്ലാവരെയും അനുഗ്രഹിക്കണം ദൈവം. എല്ലാവരും ഒരു അനുഗ്രഹമായി തീരണമേ. അനേക ജീവിതങ്ങൾ യേശുവിലേക്ക് കടന്നു വരുവാൻ മുഖാന്തരമാക്കി തീർക്കണം കർത്താവേ. കെട്ടപ്പെട്ട കഴുതുകളെ ദൈവം അഴിക്കണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ ഇന്ത്യ ദേശം നിന്റെ ദേശമായി തീരണം. അനേക ജീവിതങ്ങൾ കർത്താവെ അറിയാതെ ഉരുട്ടുകണ്ണുകളായിട്ടിരിക്കുകയാണ് ദൈവമേ. അവർ യേശുവിനെ സേവിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും യേശു ആരെന്നോ ആ സത്യത്തിന്റെ വെളിച്ചം എന്തെന്നോ അറിയാതെ ഇരുളിന്റെ വഴിയിൽ കൂടി കടന്നു പോകുമ്പോൾ കർത്താവെ, ഇരുട്ടിലും വെളിച്ചം ഉദിപ്പിക്കുന്ന ഒരു ദൈവമുള്ളതിനായി നന്ദി പറയുന്നു. എന്റെ കർത്താവിന്റെ വരവേറ്റാസന്നമായിരിക്കുമ്പോൾ കർത്താവിനെ കാണുവാൻ ദൈവം കൃപ കൊടുക്കണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്വർഗത്തിലേക്കുള്ള പാത ഇടുക്കവും ഞെരുക്കവും ഉള്ളതാണ്. അതിലെ പോകുന്നവർ ചുരുക്കമാണ് കർത്താവെ. ലോകപ്രകാരം ജീവിക്കുന്നത് വിശാലമാണ് കർത്താവെ.
അതിലെ ഓടുന്നവർ അനേകരാണ് കർത്താവേ. എന്നാൽ അനേക ജീവിതങ്ങൾ യേശുവിന്റെ പാത പിന്തുടരുവാൻ ദൈവം കൃപ കൊടുക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി കേൾക്കുന്ന പ്രേക്ഷകർക്കും കർത്താവ് ഇനി അധികം പേരെ ഇത് കേൾപ്പിച്ച് അനേകരന്റെ യേശുവിലേക്ക് അടുപ്പിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവസന്നിധിയിൽ കടന്നു വന്ന ദൈവമക്കൾക്കായി സ്തോത്രം. അവരെ ഈ സാക്ഷ്യങ്ങള്, വചനങ്ങള്, ആ കഷ്ടതയിൽ കൂടി കടന്നു പോകുന്ന ജനമുണ്ടെങ്കിൽ ദൈവമക്കൾക്ക് വിടുതലാക്കി തീർക്കണമേ എന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേക നിന്റെ ദാസനെ ഒരിക്കൽ കൂടി ഞാൻ ഏൽപ്പിക്കുന്നു. ദാസനെ പിന്നെ എടുത്ത് ഉപയോഗിക്കണം. പറഞ്ഞ ദൈവത്തിന്റെ ആലോചനക്കായി സ്തോത്രം. ഇത് വറ്റാത്ത നീരുറവയായി ഒഴുകി അത് ഒരു വശത്തല്ല അനേക സ്ഥലങ്ങളിലേക്ക് വരക്കുവാൻ തക്കോണം ദൈവം ഇടവരുത്തുന്നതിനായി ഞാൻ നന്ദി പറയും. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. അല്ല യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയതായ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ച കർത്താവിൻ്റെ ദാസിയോടും കുടുംബത്തോടുള്ളതായ നന്ദി സ്നേഹത്തിനത്തിൽ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ, സൗഖ്യം ആരോഗ്യം ദീർഘായുസ് തരട്ടെ, കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടേണ്ടത് ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ ശ്രോതാക്കളുള്ളതായ നന്ദി സ്നേഹത്തിൽ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാത്രമല്ല, ഈ അനുഭവങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഫോൺ കോൾ ചെയ്യാതെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മറുപടി തരികയും ചെയ്യുന്നതായിരിക്കും. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവ സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com